لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സമാദന്യരായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അഭിവന്യരായ ഉസ്താദുമാരെ, നല്ലവരായ മഹല്ല് മാനേജ്മെന്റ് പ്രതിനിധികളെ, കർമ്മോത്സകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ അമലായി നമ്മിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, വളരെ നേരത്തെ തുടങ്ങിയ ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോഴുള്ളത്. അസംസ്കാരത്തിന് ശേഷം തുടങ്ങി പ്രമുഖരായ ഒട്ടേറെ ആളുകൾ, അബ്ദുൽ ഹമീദ് ഫൈസി, ഓണംപള്ളി ഉസ്താദ്, അനവങ്ങാട് ഉസ്താദ്, സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഒട്ടേറെ ആളുകളുടെ പഠനാർഹമായ ഒട്ടേറെ പ്രഭാഷണങ്ങൾ കേട്ട് ഇനി പിരിയാൻ കാത്തിരിക്കുന്ന സമയത്ത് ഒരു കലാശക്കൊട്ട് എന്ന നിലക്ക് കുറച്ച് ക്ലിപ്പും കൊടുത്തിട്ട് അവസാനിപ്പിക്കാൻ നിലക്കായിരിക്കാം എന്നെ വിളിച്ചിട്ടുള്ളത് എനിക്കറിയാം. ഞാനിവിടെ വന്ന് സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ചെറി വരികയായിരുന്നു. മറ്റേ മധ്യസ്ഥനിരിക്കുന്ന രംഗം, നിങ്ങൾക്കൊന്നും പറയല്ലേ, നിങ്ങൾക്കൊന്നും പറയല്ലേ എന്നാ ചോദിച്ചിരുന്ന രംഗം ഇങ്ങനെ മനസ്സിൽ പോറും വരിക. ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ അങ്ങനെ വന്നിരുന്ന് മറുവിഭാഗത്തിന്റെ ആ ദയനീയമായ മുഖങ്ങൾ ഇപ്പോഴിങ്ങനെ കണ്ണിലൂടെ തെളിഞ്ഞിങ്ങനെ വരുന്ന രംഗം, അത് വല്ലാത്തൊരു രംഗമായിരുന്നു. ബഹുമാനായ നമ്മൾ ആചാര്യൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ നേരിട്ടത് അനുഭവിച്ചവരാണ്. അവരുടെ മധ്യസ്ഥൻ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന രംഗമൊക്കെ എന്തുകൊണ്ടിത് സംഭവിച്ചു ചോദിച്ചാൽ, ശരിയായ ഒരു രീതി വിട്ട് തെറ്റായൊരു മാർഗം സ്ഥിരപ്പെടുത്താൻ വേണ്ടി തെറ്റായൊരു മാർഗത്തിന്റെ പിന്നാലെ കൂടിയപ്പോൾ അവർ അനുഭവിച്ച ഒരു ദയനീയമായ ചിത്രമായിരുന്നു പുളിക്കൽ വെച്ച് നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കാരോടും ഒരു എതിർപ്പുമില്ല, വ്യക്തിപരമായി ഒരു വിദ്വേഷവും നമുക്കില്ല. മറിച്ച് ആദർശപരമായി നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിന് വിരുദ്ധമായി, നമ്മുടെ പൂർവികർ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ആ തെറ്റായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഏറെയൊന്നും വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. നിങ്ങളെപ്പോലെ തന്നെ രാവിലെ മുതൽ ഞാനും ഓരോ പരിപാടിയിൽ പെട്ടിങ്ങനെ ലാസ്റ്റപ്പടി എത്തിച്ചേരുന്നത്, അതുകൊണ്ട് നീട്ടിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന കമ്മിറ്റി മണ്ണാർക്കാട് വെച്ച് ഇൻഷാ അല്ലാഹ് ജൂലൈ 12, 13, 14 തീയതികളിൽ സംസ്ഥാനതല റമദാൻ പ്രഭാഷണം നടത്തുകയാണ്. നമുക്ക് സംസ്ഥാനതല റമദാൻ പ്രഭാഷണം മണ്ണാർക്കാടാണ് ഇപ്രാവശ്യമുള്ളത്. കോഴിക്കോട് നടക്കുന്ന റമദാൻ പ്രഭാഷണമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന റമദാൻ പ്രഭാഷണം അത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് ഇൻഷാ അല്ലാഹ് SKSന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഒരു സിൽവർ ജൂബിലി ഉപഹാരം മണ്ണാർക്കാട്, പാലക്കാട്, കോഴിക്കോട് ദേശീയ പാതയുടെ തീരത്തായിക്കൊണ്ട് ഒരു നല്ലവരായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നല്ലൊരു സ്ഥലം, ആ സ്ഥലത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒരു ഭാഗം ദേശീയപാതയാണ്, ഒരു ഭാഗത്തും നല്ലൊരു റോഡാണ്. സ്ഥലത്തിന്റെ രണ്ട് മുഖങ്ങളും റോഡിനോട് ചേർന്ന ഭാഗമാണ്. അങ്ങനത്തെ നല്ലൊരു സ്ഥലം
സംസ്ഥാന കമ്മിറ്റിക്ക് വഖഫായി തന്നിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് സമസ്തന്റെ ഒരു കറാമത്താണെന്ന് പറയാം. കാരണം അവിടെ ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന വ്യക്തി ഈ അടുത്ത കാലം വരെ ഏൽപ്പിക്കാരനായിരുന്നു. അടുത്ത കാലം വരെ ഏൽപ്പിക്കാരനാണ്. ഈ സ്ഥലത്തിന്റെ ഉടമയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേക സംഘടനാ താല്പര്യമൊന്നും ഇല്ലാതില്ല. അയാൾ എന്തുണ്ടെങ്കിലും ഇമാമിനെ ഏൽപ്പിക്കുക ചെയ്യാറുള്ളത്. അങ്ങനെ ഈ അടുത്ത കാലത്താണ് ഈ സഹോദരൻ നമ്മുടെ പക്ഷത്തേക്ക് നിൽക്കുന്നത്. നമ്മുടെ റോറിന്റെ അടുത്ത കാലത്താണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പോയിട്ട് ഇയാളോട് പറഞ്ഞത്, നമ്മൾ ഇമാമിനോട്, ഈ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു, ഈ സ്ഥലം നമുക്ക് ഈ പള്ളിയൊക്കെ ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ. അപ്പൊ അയാൾ ഫുള്ള് പള്ളിയിലെ ഇമാമിന് ശമ്പളം കൊടുക്കലും പള്ളിയിലെ ചെലവൊക്കെ അയാൾ വകെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിപ്പോ ഒരു നല്ലൊരു ആളെ ഏൽപ്പിച്ചത് ഞാൻ പോയാലും മരണപ്പെട്ടാലും ഇത് ഭംഗിയായി നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇമാം അപ്പണ്ട് നമ്മളെ ആളായിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ അയാൾ AP ആയിരുന്ന സമയത്താണെങ്കിലും ഇന്നവിടെ വലിയൊരു സ്ഥാപനം, ഇനി വലിയ സ്ഥാപനം വന്നിട്ടില്ലെങ്കിലും അതിന്റെ പേരിൽ വലിയ പിരിവെന്തായാലും ഉറപ്പായിട്ടുണ്ടാവില്ലേ? അത് ഉറപ്പാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് നമുക്ക് പാണക്കാട്ട് തങ്ങന്മാരുമായി സംസാരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ ഇയാൾക്ക് വലിയ സന്തോഷമായി. സംഘടനാ പന്തലിൽ പാണക്കാട്ട് തങ്ങന്മാർ ഇയാൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ നമ്മളോടുമായി ബന്ധപ്പെട്ടു. നമ്മൾ പറഞ്ഞത് നമുക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് വഖഫായി കൊടുക്കാം. അങ്ങനെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെയും ഓണംപുൾ ഉസ്താദിന്റെ പേരിൽ, പ്രസിഡന്റ് സെക്രട്ടറിയുടെ പേരിൽ വഖഫ് എന്റെ സൗണ്ട് കേൾക്കുന്നില്ല? ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഓക്കെ കേൾക്കുന്നുണ്ടല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്പൈസ് ഉസ്താദ് എത്രയും പെട്ടെന്ന് വരും. എന്തോ ഒരു ചെറിയ വയറ് പ്രശ്നമാണ് എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് സ്പൈസ് ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാൻ സാധ്യതയില്ല. അവിടെ ഒരു വലിയ ഒരു സൗണ്ടിന്റെ മുമ്പിലിരിക്കുമ്പോൾ അത് കേൾക്കാൻ എന്തായാലും സാധ്യതയില്ല. എന്തോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. എന്തെങ്കിലും വയറ് ലൂസ് കണക്ഷനോ ഇല്ലെങ്കിൽ മറ്റെന്തോ പ്രോബ്ലം, ചെറിയ പ്രോബ്ലം. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുസ്തകം കേൾക്കുന്നുണ്ടോ? ഓൺലൈനിൽ തന്നെയാണ്. അതിനൊന്ന് ബോൺസ് ചെയ്യേണ്ടി വരുമോ? ബോൺസ് ചെയ്യാല്ലേ, അത് നല്ലത്. നമുക്ക് പെട്ടെന്ന് ശരിയായി കിട്ടും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് വളരെ നല്ല ഒരു സംഭവം വിവരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുസ്തഫ അഷ്റഫി കക്കുമറി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ റേഡിയോയിലും ക്ലാസ് റൂമിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും.
കഴിവിന്റെ പരമാവധി ആളുകൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള ആളുകൾ തന്നെ കഴിവിന്റെ പരമാവധി റഹ്മാനെ അല്ലാഹുവേ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബേ മരണം ഹൈറാകുമ്പോൾ ഈമാനോടുകൂടെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ പുണ്യമായ സ്ഥലത്ത് സമയത്ത് മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇനി ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എല്ലാവർക്കും, കേരള മുസ്ലിമീങ്ങൾക്കെന്നല്ല കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ്. സമസ്ത ഒരു തീരുമാനമെടുത്താൽ, സമസ്ത ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നെഞ്ചോട് സ്വീകരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ സുപ്രഭാത നിലപത്രം. സുപ്രഭാത നിലപത്രം നമ്മൾ പ്രതീക്ഷയിൽ ഏറെ വിജയകരമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസ സമിതിയുമൊക്കെ കൂടിയിട്ട് ഒരു മദ്രസ പരിധിയിൽ 40 പേരെ നിയമിക്കണമെന്ന് പറഞ്ഞപ്പോ, 40 വരിക്കാരെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോ അത്ഭുതകരെന്ന് പറയാം. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. പല മദ്രസകളിൽ നിന്ന് 40 എന്നുള്ളത് 100, 200, 300, 400 വരെ ആയ മദ്രസകളുണ്ടായി. 40 പേരെ ചേർക്കാൻ പറഞ്ഞു കൊടുത്തു. കേരളത്തിലെ ചില മുത്തശ്ശി പത്രങ്ങളൊക്കെ ഇതോടുകൂടെ കടപുഴകി വീഴുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിലൊക്കെ പത്രമിടുന്നൊരു സഹോദരനുണ്ട്. അവൻ അമുസ്ലിമാണ്, സുര എന്നാണ് അവന്റെ പേര്. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ സംഭവം എന്തായാലും നിങ്ങളെ പത്രം വല്ലാത്ത വിപ്ലവം സൃഷ്ടിക്കുകയാണ്. എന്ത് ചോദിച്ചു? ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മനോരമന്റെ ഏജന്റാണ്, നമ്മൾ ഈ പ്രദേശത്ത് 60 മനോരമ ആഗസ്റ്റ് 1 നിൽക്കാൻ പോകുകയാണ്. 60 മനോരമ. ആരാ പറയണത്? എസ് കെ സ്വരനല്ല പറയണത്. സൂര്യക്കെന്ത് എസ് കെ വെച്ചു? സുര എന്ന് പറയുന്ന മുസ്ലിം സഹോദരന്മാർ 60 മനോരമ നിൽക്കണ്ടേ? ഇപ്പൊ കണ്ടല്ലോ ഞങ്ങൾ യത്തീങ്ങാന്റെ പ്രശ്നം വന്നപ്പോ മനോരമയും മാതൃഭൂമിയും കൂടി ചെയ്തെന്താ? ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾ, ബീഹാറിലെയും ജാർഖണ്ഡിലെയും പാവപ്പെട്ട കുട്ടികൾ ഒന്ന് പഠിക്കാൻ വേണ്ടി, ദീനെന്ന് പഠിക്കാൻ വേണ്ടി, ഭൗതികമെന്ന് പഠിക്കാൻ വേണ്ടി, ശരിയായ രീതിയിലൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി, നേരാവണ്ണമെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞെന്താ? മനുഷ്യക്കടത്ത്. അതെഴുതാൻ മനോരമക്കോ മാതൃഭൂമിക്കോ ഒരു മടിയും ഉണ്ടായില്ല. ADGP പോലും പറഞ്ഞെന്താ? ഇന്നത്തെ പ്രസ്താവന എന്താ? അദ്ദേഹം പറഞ്ഞത് മനുഷ്യക്കടത്താണെന്ന് പറയാനാകില്ല എന്നാണ്. എന്നിട്ട് ഇവർ യാതൊരു മടിയുമില്ലാതെ ഈ 2 പത്രങ്ങളും അച്ചു നിരത്തി മനുഷ്യക്കടത്താണ്. തിരിച്ചൊന്ന് പ്രതികരിക്കാൻ നമുക്കൊരു പത്രം വേണ്ടേ? ഞാൻ ആ പത്രത്തിൽ ആ കട്ടി കണ്ടപ്പോ ആദ്യം മനസ്സിലോട് പഠിച്ചോനെ സുപ്രഭാത ഇപ്പൊ തന്നെ ഇറങ്ങി കിട്ടിയെങ്കിൽ ഇത് തുറന്ന് എഴുതാനൊരു പത്രം വേണ്ടേ? പലർക്കും ചിലപ്പോൾ എഴുതാൻ ആഗ്രഹമുണ്ടാകും, പക്ഷേ പരിധികളും പരിമിതികളും ഉണ്ടായേക്കാം. നമ്മുടെ ഒരു പത്രം ഇറങ്ങുന്നതോടെ ആ പരിധികൾ അവസാനിക്കാൻ പോകുകയാണ്. പറയേണ്ടതൊക്കെ പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയാനുള്ള പത്രമായി ഇൻഷാ അല്ലാഹ് സുപ്രഭാതം വരികയാണ്. സുപ്രഭാതം വന്നാൽ വിളക്കെന്തായാലും കിടന്നുള്ളവരോ തർക്കമില്ലല്ലോ. പ്രഭാതം വന്നാൽ പിന്നെന്തിനാ കൂട്ടരെ വിളക്ക്? അതിന്റെ ആവശ്യമില്ലല്ലോ. പ്രഭാതം പൊട്ടിപ്പിളർന്നാൽ പിന്നെന്തിനാ ചിമ്മിണി വിളക്ക്? അതിന്റെ ആവശ്യമില്ല. പിന്നെ ചില മുത്തശ്ശി പത്രങ്ങളൊക്കെ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്നിപ്പോ ചില പത്രങ്ങളൊക്കെ 1 വർഷത്തെ വരിസംഖ്യ കൊണ്ട് 2 വർഷത്തെ പത്രം തരാം. മാധ്യമ സ്കീം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മാധ്യമം പ്രചാരം ആരംഭിച്ചു കഴിഞ്ഞു. 1 വർഷത്തെ പൈസ തന്നാൽ മതി, 2 വർഷത്തെ പത്രം തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പത്രം എന്ന് പറഞ്ഞപ്പോ ആരൊക്കെ ഞെട്ടിയത്? അത് കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ള പിന്തുണയാണ്. സമസ്ത ഒരു കാര്യം പറഞ്ഞാൽ അതൊരു തർക്കമില്ല, അത് അടിച്ചു കയറുന്നത് വിഷയമല്ല. അതിൽ യാതൊന്നും ചിന്തിക്കാനില്ല. അൽഹംദുലില്ലാഹ് നമ്മളെ പത്രത്തിന്റെ ഓഫീസിലേക്ക് ചെന്ന് നോക്കി അറിയാം, വല്ലാത്ത സംഭവമായിട്ട് കേരളത്തിൽ നിന്ന് മറ്റൊരു പത്രത്തിനും ഇല്ലാത്ത വിധം നല്ല ഒരു പ്രസ്സും നല്ല സംവിധാനത്തോടുകൂടെ കേരളത്തിലെ പത്രങ്ങളിൽ, മറ്റു പത്രങ്ങളിൽ ജോലി ചെയ്ത പ്രമുഖരൊക്കെ ഇന്ന് നമ്മൾ സുപ്രഭാതത്തിലേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ ഹോസ്പിറ്റലിൽ പറയാറുണ്ടോ, ഇന്ന ഹോസ്പിറ്റൽ
ജോലി ചെയ്യുന്ന ആൾ ഇവിടെ ചാർജ് എടുത്തു എന്ന് പറയും പോലെ പല പത്രങ്ങളിലുമുള്ള ആളുകൾക്ക് ഇപ്പൊ ഇവിടെ ചാർജ് എടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് പല പത്രത്തിന്റെയും അഭിരുചികൾ അതെല്ലാം സമ്മിശ്രമായിക്കൊണ്ട് ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ സുപ്രഭാതം പുറത്തേക്ക് ഇറങ്ങുക. അത് ആഗസ്റ്റ് 1 തന്നെ എത്തും. അതിന്റെ മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് ചില ട്രയൽ കോപ്പികളൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. ട്രയൽ കോപ്പി എല്ലായിടത്തും എത്തിക്കോളുന്നുണ്ടാവില്ല. അടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പോണ്ട ഇവിടെ ഏജന്റുകളൊക്കെ എത്ര പ്രശ്നമുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടി കുറച്ച് കോപ്പി ഇടുന്നു. ആഗസ്റ്റ് 1 ഇനി ഒരു സംശയം വേണ്ട, നമ്മുടെ പ്രസിഡന്റ് തന്നെ ആയിരിക്കും അത് അടിച്ചു വരിക. ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇത് ആദ്യം എല്ലാവരും പറഞ്ഞത് ഇറങ്ങൂല, ആദ്യം എല്ലാവരും ഇറങ്ങുമല്ലോ. അപ്പോൾ ഓരോ ചരിത് മുടിപ്പള്ളി പോലെയാണെന്നാ. മുടിപ്പള്ളി പോലെയാണ് സുപ്രഭാതം ചില ആളുകൾ തിരിച്ചുപോയി. ആദ്യം പലരും പറഞ്ഞു ഇങ്ങനൊരു പത്രം ഇറങ്ങൂല. പത്രം ഇറങ്ങുന്ന ഉറപ്പായപ്പോ എന്തൊക്കെ ചെയ്തു ഞങ്ങള്? നമ്മളെ പത്രത്തിലേക്ക് വരുന്ന ഈ പ്രസ് 5 കണ്ടെയ്നർ ലോറിലാണ് ഈ പ്രസ് കൊണ്ടുവരുന്നത്. അത് വയനാട് വെച്ച് മുത്തങ്ങിൽ വെച്ച് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ ട്രെയിൻ കടത്താണ്. എന്തൊക്കെ പറഞ്ഞറിയങ്ങള്? പ്രസ് കടത്താണ്, മനുഷ്യക്കടത്ത് പോലെ ഇനി പ്രസ്സും കടത്താണ്. മുടക്കാൻ നോക്കി, എന്തൊക്കെ ശ്രമം നടത്തി നോക്കി. അവസാനം ഇപ്പൊ പറഞ്ഞെന്താ, അവർക്ക് പ്രസ്സൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും അടിച്ചിട്ടായിരിക്കും വരിക. എന്നാലും മുകളിൽ അടിച്ചു വരുന്ന ഉറപ്പായാലോ. പ്രസ് ഉണ്ടോ ഇല്ലേ നിങ്ങൾ കോഴിക്കോട് പോയി നോക്കിയാൽ കാണാം, നല്ലൊരു പ്രസ്. ഇന്ന് കേരളത്തിലെ മറ്റുള്ള പത്രങ്ങളെക്കാളും മുന്തിയ പ്രസ്സാണ് നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് അത് വിജയിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് ഭംഗിയായി നടത്താൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, മഹല്ല് പ്രതിനിധികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇക്കാര്യം ഒന്നുകൂടി പറയുന്നത്, ഇനിയും നമ്മുടെ അവിടെ ആരെങ്കിലും ചേർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾ ചേർക്കണം. എല്ലാ വീടുകളിലും നമ്മുടെ സുപ്രഭാതം വരണം. നേരം വെളുക്കുമ്പോ പ്രഭാതം പൊട്ടി വിളരുമ്പോ കണ്ണിൽ കാണട്ടെ സുപ്രഭാതം. ആ പേരിനെ നോക്കൂ, ഒരു മനസ്സിൽ നല്ലൊരു പേര് അല്ലെ, നല്ലൊരു വായന. ഫസ്റ്റ് എന്താ സുപ്രഭാതം, അങ്ങനെയല്ലോ നല്ലൊരു വാക്കാണല്ലോ കേൾക്കുന്നത്. അങ്ങനെ എല്ലാ വീടുകളിലേക്ക് എത്തണം. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട എസ്കസിന് പുറത്തുമാരോട് പറയാനുള്ളത്, പല ഭാഗങ്ങളിലും സ്വാഭാവികമായിട്ടും ഏജന്റുകൾ ഈ പത്രത്തെ മുടക്കാൻ ശ്രമം നടത്തും. സുപ്രഭാതം ചില ദിവസം ഇടൂല, അതിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് ഈ പത്രത്തോടൊരു മടുപ്പുണ്ടാക്കാൻ ശ്രമം നടത്തും. അവിടൊക്കെ നമ്മൾ ഉണരണം. ആരാണ്, ഏത് ഏജന്റാണോ ഈ പത്രത്തിന് മുടക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അവർ നമ്മൾ കണ്ടെത്തണം. ആ കാര്യങ്ങൾക്ക് നമ്മൾ ഏറ്റെടുത്തോളണം. എവിടെയാണ് പത്രം എത്താത്ത നമ്മൾ കണ്ടെത്തി അവിടെയൊക്കെ പത്രം എത്തിക്കേണ്ട ഒരു സംവിധാനം കൂടി നമ്മളെ ഭാഗത്തുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബേ, സംരംഭത്തെ നീ വലിയൊരു സംഭവമാക്കി നീ വിജയിപ്പിക്കണേ റഹ്മാനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ രംഗത്തൊക്കെ നിങ്ങൾ ശ്രദ്ധയുണ്ടാവണം. അതോടൊപ്പം നമ്മുടെ സിൽവർ ജൂബിലി SKSFന്റെ 25ാം വാർഷിക മഹാസമ്മേളനം അത് ഇൻഷാ അല്ലാഹ് സമർക്കന്ദിൽ വെച്ചുകൊണ്ട്, തൃശൂർ സമർക്കന്ദിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ പ്രചാരവും നമ്മൾ ഏറ്റെടുത്ത് അതും വലിയൊരു സമ്മേളനമാക്കി നാം ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു സംരംഭമാക്കി മാറ്റുന്നതിൽ നിങ്ങളിലൊക്കെ അകമൊഴിഞ്ഞ് സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നമുക്കറിയാം 1921കളിൽ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ബിദ്അത്തിന്റെ ശബ്ദവുമായി കൊണ്ട് പുത്തനാശയക്കാർ കടന്നു വന്ന സമയം, കേരളീയ മുസ്ലിമുകൾ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിച്ചു പോരുന്ന ആ സുന്ദരമായൊരു സമയത്തിൽ കേരളീയ മുസ്ലിമീങ്ങൾ ഐക്യം തകർക്കാൻ, കേരളീയ മുസ്ലിമീങ്ങളെ കെട്ടുറപ്പ് തകർക്കാൻ, കേരളീയ മുസ്ലിമീങ്ങളെ ഭദ്രത തകർക്കാൻ ഇവിടുത്തെ മറ്റു ചില ശക്തികൾ കണ്ടെത്തിയൊരു മാർഗമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. ആ ഭിന്നിപ്പിന്റെ ഭാഗമായിക്കൊണ്ടാണ് ബിദ്അത്തുകാർ കേരളത്തിൽ കടന്നു വരുന്നത്. കേരളത്തിൽ 1921കളിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉടലെടുക്കുകയുണ്ടായി. അന്ന് മുജാഹിദ് എന്ന പേരിലായിരുന്നില്ലെങ്കിലും വിവിധ പേരുകളിലായി പിന്നീട് മുജാഹിദ് പ്രസ്ഥാനമായി മാറിയ ആ ബിദ്അത്തിന്റെ സംഘടന 1921കളിൽ ഉടലെടുത്തു. പക്ഷേ ആ പ്രസ്ഥാനത്തിന് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആർക്കും അറിയാം, അത് എന്താണെന്ന് വെച്ചാൽ ആർക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. ആ പ്രസ്ഥാനം ഇപ്പൊ എവിടെയാണുള്ളത്, എന്തൊക്കെയായി മാറി ചോദിച്ചാൽ, അതിന്റെ ആദർശം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ പ്രസ്ഥാനം ചിഹ്ന ഭിന്നമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് നമ്മുടെ മഹത്തുക്കൾ രൂപം നൽകുന്നത്. അന്ന് നൽകിയില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു മഹിതമായ ഒരു ആശയത്തിന്
ഒരു പ്രസ്ഥാനത്തിന് അന്ന് നമ്മുടെ ആലിമീങ്ങൾ ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ ഈ ബിദ്അത്തുകാർ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കി പലരും ബിദ്അത്തിൽ പെട്ടുപോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആലിമീങ്ങൾ, വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സൂഫിയാക്കൾ, മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പോലെയുള്ള മഹാരഥന്മാർ. ആരായിരുന്നു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? ആ കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ അത്താണിയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. അല്ലാഹുത്തആല ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ഓരോ മഹാന്മാരെ നിശ്ചയിക്കാറുണ്ട്. ഓരോ കാലഘട്ടത്തിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പുണ്യനബി തന്നെയായിരുന്നു ജനങ്ങൾ അത്താണി. ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ഓടിച്ചെല്ലാനുണ്ടായിരുന്ന മുത്തുനബിയായിരുന്നു. നോക്കൂ നിങ്ങൾ, മദീനയിൽ മഴയില്ലാതെ വെള്ളമില്ലാതെ ജനങ്ങൾ പ്രയാസപ്പെട്ടപ്പോൾ അവരെവിടേക്കാ ഓടിച്ചെന്നത്? പുണ്യനബിന്റെ അടുക്കലേക്ക് ചെന്നില്ലേ? നബിയോട് പറഞ്ഞില്ലേ, നബിയേ യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഇലാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസ്ലി. നബിയേ, മഴയില്ല, വെള്ളമില്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, നബിയെ അങ്ങിലേക്കല്ലാതെ ഓടി വരാൻ ഞങ്ങൾ നബിയെ ഞങ്ങൾ ഓടി വരിക എന്ന് പറഞ്ഞ് മുത്തുനബിന്റെ അടുക്കലേക്ക് വരുന്നു, പൊട്ടിക്കരയുന്നു. അന്നവർക്ക് അത്താണിയായിട്ടുണ്ടായിരുന്ന മുത്തുനബിയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മഴ വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ സദീഖ് രാജ്യം ഭരിക്കുന്ന സമയം, ഉമർ രാജ്യം ഭരിക്കുന്ന സമയം, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളോട് വന്നില്ലേ? ഉമർ അടുക്കലേക്ക് വന്നിട്ടില്ലേ? മദീനത്ത് ശക്തമായ തീ പടർന്നു പിടിച്ചു, ശക്തമായ തീ ഉണ്ടായി. മദീനയുടെ ഒരു ഭാഗം തന്നെ അഗ്നിക്കിരയായി അൽ ബിദായത്ത് വന്നിഹായ രേഖപ്പെടുത്താൻ കാണാൻ കഴിയും. ആകപ്പാടെ തീയായപ്പോൾ ആളുകൾ എന്താ ചെയ്ത്? നേരെ ഓടി വന്നു ഉമർ അടുക്കലേക്ക്. ഉമർ പറഞ്ഞ പരിഹാരം കാണാൻ. എന്തിനാണ് ഉമർ പറഞ്ഞത്? ഇന്നത്തെ പോലെ ഫയർഫോഴ്സ് ഒന്നുമില്ല കാലഘട്ടത്തിൽ. ഇന്നിവരെ അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെതിരെ മന്ത്രിന്റെ അടുത്ത് ഓടിപ്പോയിട്ട് പറയാം, ഒന്ന് ചെല്ലി, ഒന്ന് വിളിച്ചു പറയും. അങ്ങനെ സംവിധാനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഉമർ റളിയല്ലാഹുവിന് പരിഹാരം ചെയ്തു. എന്താ ഉമർ പരിഹാരം ചെയ്തത്? ഒരു പേനയും കടലാസും എടുത്തു. ഉമർ ഒരു കത്തെഴുതുകയാണ്. ഉമർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ ഉമർ ഇലന്നാർ. തീ വായിച്ചറിയാൻ ഉമർ എഴുതുന്ന കത്ത്. ആര് കത്തെഴുതുന്നത്? തീയൊരു കത്തെഴുതി ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമർ പറയുകയാണ്, തീയേ, നീ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണെങ്കിൽ ഈ കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ നീ കെട്ടുപോകണം. ഉമർ കത്തെഴുതി ഒരു കടലാസിലെഴുതി കൊടുത്തയച്ച് തീ കടലാസ് കൊണ്ടുപോയി തീയിടാൻ പറഞ്ഞു. നമ്മളൊക്കെ കടലാസ് എഴുതി എന്തുണ്ടാകുക? നമ്മളാണ് കടലാസ് എഴുതിയെങ്കിലോ ആ കടലാസിന് കത്തിപ്പോകും. ഉമർ റളിയല്ലാഹുവിന്റെ കടലാസിലെഴുതി കൊണ്ടുപോയിടേണ്ട താമസം സുബ്ഹാനല്ലാഹ് തീ കെട്ടുപോയി. അപ്പൊ അന്നത്തെ അവരുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവരുടെ അത്താണിയായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോ കാലഘട്ടം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം എടുത്ത് നോക്കിയാൽ ഒട്ടേറെ സംഭവങ്ങൾ കാണാം. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മഹത്തുക്കളായ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ, തബഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ, അയിമ്മത്തുൽ അർബഅയുടെ കാലഘട്ടത്തിൽ അവരായിരുന്നു അവിടെ അത്താണി. അല്ലേ? ഇമാമിങ്ങളുടെ അടുക്കൽ പോയിട്ട് സങ്കടം പറഞ്ഞിരുന്നില്ലേ? പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നില്ലേ? അങ്ങനെ പോന്നാൽ കേരളത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മമ്പറം തങ്ങളുടെ കാലഘട്ടത്തിൽ മമ്പറത്തെ തങ്ങളായിരുന്നു നമ്മുടെ അത്താണി. അവിടെ നിന്നിങ്ങോട്ട് പോന്നാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടുത്തെ സമുദായത്തിന്റെ അത്താണിയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് ജന്മം നൽകുന്നത്. അത് മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ സമസ്ത എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ സ്ഥാപകനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. മറ്റുള്ള പ്രസ്ഥാനങ്ങൾ നോക്കൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന് കേരളത്തിൽ ആരാ? കെ മൗലവിയാണ്. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ചോളൂ, കെ മൗലവിയെ കുറിച്ച് ചോദിക്കൂ. അവരെന്താ പറയാ? കെ മൗലവിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ചിലത് ശരിയാണ്, ചിലതൊക്കെ തെറ്റാണ്, അങ്ങനല്ലേ പറയുള്ളൂ. കെ മൗലവിയുടെ മുഴുവൻ നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? ഇല്ല. സ്വീകരിച്ച പ്രശ്നം കഴിഞ്ഞില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങൾ? കെ മൗലവി എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? നബിദിനം ആഘോഷിക്കണം, പുണ്യമാണെന്ന് പറഞ്ഞു. കുനൂത്ത് ഓതണം, സുന്നത്താണെന്ന് പറഞ്ഞത്.
പറഞ്ഞിട്ടില്ലേ? ഖുത്ബ അറബിയിലായിരിക്കണം. ഏമൂലയിലെ വലകിൻ ഹാഉനാ ശൈഉൻ ആഖർ യൻബഗി ഇൽതിഫാത്തിലേഹി വഹുവ അന്നാ ലൻ നജിദ് ഫീ കുതുബി മിനൽ കിതാബ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബത്തു താബിഈൻ വതാബിഈ താബിഈൻ ഹീനമാ യഖ്തുബൂന ഖുത്ബത്തുൽ മശ്റൂആ. ഏമൂലയിൽ എന്താ ചെയ്തത്? നബിയോ സഹാബത്തോ താബിഈങ്ങൾ അവരാരെങ്കിലും ഖുത്ബ എന്ന സമയത്ത് അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിട്ട് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. നബിയും സഹാബത്ത് ആരും തന്നെ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടേ ഇല്ല. വഅയ്ളൻ അതിനു പുറമെ അന്നഹാ തീർച്ചയായിട്ടും അറബി എന്നുള്ളത് ലുഗത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഭാഷയാണ്. വലി അജ്രി ഹാദിഹിൽ ഉസൂൽ, ഈ അടിസ്ഥാന തത്വമുണ്ടായതിനോട് യഖൂലു നമ്മൾ പറയുന്നു അന്നൽ ഖുത്ബത അർക്കാനഹാ വതവാബിഅഹാ കുല്ലഹാ ബിൽ അറബിയ്യ. ഖുത്ബ അതിന്റെ റുക്നുകളും അനുബന്ധങ്ങളും ഒക്കെ അറബിയിലായിരിക്കണം. ആരാ പറയുന്നത്? കേബുലവി. ഇവർ അംഗീകരിക്കാൻ തയ്യാറായ പ്രശ്നം കഴിഞ്ഞില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് നോക്കൂ നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപക നേതാവാരാ? മൗലാന അബുല്ലാല മൗദൂദി സാഹിബ്. മൗദൂദി സാഹിബിനെ അംഗീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായാൽ പകുതി പ്രശ്നം തീർന്നില്ലേ? മൗദൂദി സാഹിബിന്റെ വാദങ്ങൾ എന്തൊക്കെയാ? സ്ത്രീകൾ പള്ളിയിൽ പോണ്ടെന്നാ? അദ്ദേഹം പറയുന്നു പോകണ്ട. ഏതൊക്കെ വിഷയങ്ങൾ? ഒരു വിഷയത്തിലല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെയും പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കന്മാരെ പരിചയപ്പെട്ടാൽ മതി. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് നമുക്കൊരിക്കലും തള്ളിപ്പറയേണ്ടി വരുന്നില്ല. നമ്മൾ ഇന്നും പറയുന്നു, അന്നും പറയുന്നു, ഇൻഷാ അല്ലാഹ് എന്നും നമ്മൾ പറയും സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ഒരു കുഴപ്പമില്ല. ആ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോയി, ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖേദകരെന്ന് പറയാം, ആ പ്രസ്ഥാനത്തിലും ചില ഭിന്നിപ്പുമായി കൊണ്ട് ചില ആളുകൾ കടന്നു വരുന്നത്, ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്. ആരാണത് കടന്നു വരുന്നത്? ആരാണ് കടന്നു വരുന്നത്? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം എന്നാ മുഷാവറിൽ വരുന്നത്? എന്റെ ജില്ലയായ പാലക്കാട് ജില്ലക്കാണ് അതിനുള്ളൊരു ഹതഭാഗ്യം ലഭിച്ചത്. ഇയാളെ മുഷാവറയായത് എന്റെ ജില്ലയിൽ വെച്ചുകൊണ്ടെന്നൊരു യോഗത്തിൽ വെച്ചുകൊണ്ടാണ്. എന്ത് ചെയ്യാൻ? അതിനുള്ളൊരു ഹതഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയാലോ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ ജില്ലയിൽ വെച്ചുകൊണ്ടാണ് അയാൾ മുഷാവറയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ മുഷാവറയിലായതിനു ശേഷം ആയക്കാലം മുതൽ തുടങ്ങി അയാളെ കരുനീക്കങ്ങൾ. അതിന്റെ മുമ്പ് അയാൾ തുടങ്ങിയതാണ്. തബ്ലീഗ് ജമാഅത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം തീരുമാനമെടുത്തപ്പോ ആ തബ്ലീഗ് ജമാഅത്ത് ഇതിൽ തീരുമാനമെടുത്ത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയി. അന്ന് പുറത്തുപോയിട്ടൊരു യോഗം കൂടി. ആ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഉള്ളാളെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ എല്ലാ ചരടുവരി നടത്തിയതാരാ? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ബഹുമാനപ്പെട്ട PMS പൂക്കോയത്തങ്ങൾ പറഞ്ഞു, അഖിലയും കുകിലയും വേണ്ട, അഖില അകലെ. അതിന്റെ ശേഷം ഈ പ്രസ്ഥാനത്തെ പിരിച്ചുവിടാൻ പോലും ആളുണ്ടായില്ല. അതിനെ പിരിച്ചുപോടാൻ പോലും ആളില്ലാതെ നാമാവിശേഷമായി പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് സമസ്തയിൽ കയറിക്കൊണ്ട് ഉള്ളിലിരുന്നു കൊണ്ട് ഇയാൾ പണിയൊപ്പിച്ചു. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രശ്നം തുടങ്ങുന്നത്. ആർക്കെതിരെ അയാൾ പ്രശ്നം കൊണ്ടുവന്നത്? ഒന്ന് ഷെയ്ഖ് ഷംസുൽ ഉലമ ഈ കെ ഉസ്താദിനെതിൽ ആരണ കാന്തപുരത്തിന്റെ കെ ഉസ്താദ് അദ്ദേഹം കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഅഹു കണ്ണിയത്ത് ഉസ്താദിനെതിലും ഹസരത്ത് ഉസ്താദിനെതിരിലാണ് ഇയാൾ ആശയവുമായി കൊണ്ടുവരുന്നത്, ആരോപണമായി കൊണ്ടുവരുന്നത്. ശംസുൽ ഉലമയുടെ പാത തെറ്റിപ്പോയിട്ടുണ്ട്, ശംസുൽ ഉലമക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ട്, ശംസുൽ ഉലമയുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഒരു രംഗപ്രവേശനം ചെയ്തത്. ശംസുൽ ഉലമ എത്ര വേദനിച്ചു പോയിട്ടുണ്ടെന്ന് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് എത്ര വേദനിച്ചു പോയിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെതിരിലും
ശംസുൽ ഉലമക്കെതിലും ആരോപണമായി കടന്നു വന്നപ്പോ അവരൊക്കെ എത്ര വേദനിച്ചു പോയി, പ്രയാസപ്പെട്ടു പോയി അല്ലേ? എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താ? ശംസുൽ ഉലമ ഞങ്ങളാളാണ്. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാ, ശംസുൽ ഉലമ ഞങ്ങളാളാണ്. ഞങ്ങൾക്ക് പ്രശ്നം ശംസുൽ ഉലമയല്ല, പിന്നെ ആരാ പ്രശ്നം? ചെറുശ്ശേരി ഉസ്താദാണ് ഞങ്ങളെ പ്രശ്നം. ശംസുൽ ഉലമ ഞങ്ങളെ പ്രശ്നമൊന്നുമല്ല, ശംസുൽ ഉലമയെ ഞങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്. മാത്രമല്ല ശംസുൽ വലിയ കറാമത്തുള്ള ആളാണ്. കുറച്ചുകാർ ശംസുൽ ഉലമ അറിയാതെ വെറും പെട്ടുപോയതാണ്. അത് മരിക്കുന്ന സമയത്ത് ശംസുൽ ഉലമ തിരുത്തിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ പെട്ടുപോയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശംസുൽ ഉലമ മരിക്കണമേത്തെ പറഞ്ഞത്തിനെന്ത്? ഞാൻ പെട്ടുപോയതാണ്, ഏല് സമസ്തയിൽ പെട്ടുപോയതാണ്, ഞാനിതാ തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ ഇവരൊപ്പം നിന്നിട്ടാണ് ഇത്രയും മരണപ്പെട്ടു പോയത്. അതിപ്പോ ഏറ്റവും പുതിയതാണ്. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഈ ഒരു വാദം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2014 ശേഷമാണ് ഈ വീട് പൊട്ടിച്ചത്. ഇനി നോക്കിക്കോളൂ നിങ്ങൾ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആലിമ്യങ്ങൾ വഫാത്തായവരെന്ത് പറയും? അവരൊക്കെ നമ്മളെ സ്വന്തം ആളാണ്. ഇപ്പൊ കാളമ്പാടിസ്ഥാനെ കുറിച്ചവരെന്താ? കാളമ്പാടിസ്ഥാൻ നല്ല മനുഷ്യൻ, വലിയ മഹാപണ്ഡിതനായിരുന്നു. ഒരു കാലത്ത് കാളമ്പാടിസ്ഥാനെ കുറിച്ച് ഇവരെന്താ പറഞ്ഞത്? കാളാന്നാ പറഞ്ഞത്. സമസ്ത മൂരി കമ്പനിയാണ്, മൂരി കമ്പനിക്ക് പ്രത്യേക പ്രസിഡന്റാണ് കാള. കാളമ്പാട് പ്രസിഡന്റായപ്പോ ആ സംസ്കാരം പൂർണ്ണമായി. പ്രസംഗിച്ചല്ലവർ പ്രസംഗിച്ചിട്ടില്ലേ? നിഷേധിക്കാൻ വേണ്ടിയോ? എന്റെ കയ്യിൽ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ പറയുന്നതോ കാളമ്പാട് വലിയ മഹാനാ. കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അഹന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ശംസുൽ ഉലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. ഇത് ശരിക്കും മനസ്സിലാക്കിയത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമ. ആരാ? കറാമത്തുള്ള മഹാനായ ശംസുൽ ഉലമ. സഖാഫികളെ നാവിലൂടെ അള്ളാഹു പറയിപ്പിക്കുന്നു, അത് തന്നെയാണ് ശംസുൽ ഉലമയുടെ ഒന്നാമത്തെ കറാമത്ത്. കറാമത്തുള്ള മഹാനായ ശംസുൽ ഉലമ. പറയട്ടെ, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന സല്ലത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലിടർച്ചകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു കഴുകിക്കളയുന്നതാണ്. ഓ മുസ്ലിങ്ങളെ, മഹാനായ ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് ഇനിയൊരു മുസ്ലിമിന്റെ രക്തം ഈ രാജ്യത്ത് ചിന്താൻ പാടില്ല. ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മഹല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. കാരണം മരിക്കുന്നതിന് മുമ്പ് മഹാനായ ശംസണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണെന്ന് മരിച്ചുപോയത്. താൻ ഒഴിവാ ണെന്ന് പറഞ്ഞിട്ടാ ശംസുൽ വഫാത്തായപ്പോ നീയൊക്കെ പറഞ്ഞോളൂ. ശംസുൽ പറയത്ര ഞാൻ കബക്കപ്പെട്ടു പോയി കേട്ടോളൂ. താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തന്റെ കൂടെയുള്ളവർ ചതിയന്മാരും അസൂയാലുക്കളുമാണ്, അവർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് മഹാനായ ശംസുൽ ഉലമക്കുണ്ടായിരുന്നു. ശംസുൽ ഉലമക്ക് ലാസ്റ്റ് സമയത്ത് മനസ്സിലായതിനെ തന്നെ ചതിക്കായിരുന്നു. ആദ്യം മുമ്പ് പറഞ്ഞെന്താ? ശംസുൽ ഉലമ കറാമത്തുള്ള മഹാനാണ്. ലാസ്റ്റ് പറയണെന്താ? തിരിഞ്ഞിരുന്നില്ലാതി. കാരണം രണ്ടും ഒരു നാവിലൂടെ വരുന്നത്. ഇത് കളവിന് വല്ലാതെ ആയുസുണ്ടാവൂല. അയാൾ ആദ്യം പറഞ്ഞെന്താ? കറാമത്തുള്ള മഹാനായ ശംസുൽ ഉലമ. ലാസ്റ്റ് വരുന്നതോ? ശംസുൽ ഉലമക്ക് മനസ്സിലായിരുന്നില്ല തന്നെ കബളിക്കപ്പെടുകയായിരുന്നു. തന്നെ വഞ്ചിക്കപ്പെടുക
നിങ്ങളെ നാൾ കൊണ്ട് തന്നെ തിരുത്തിക്കൂ. അത് ശംസുലുമയുടെ കഴിവാണ്. എന്റെ ഇവരിപ്പോ പറയാ ശംസുലുമ ഞങ്ങളാളാണ്. ഇവരെല്ലാരും കുറ്റപ്പെടുത്തിയ ആൾക്കാരല്ലേ? ആരാ ഇവരെപ്പന്നിട്ടുള്ളത്? ഒരു വഫാത്തായി പോയ മഹാത്മാക്കൾ വലിയുള്ളാഹി ഞങ്ങളാളാണ് അല്ലെ? ഇവരെപ്പോഴും പറഞ്ഞൊരു വാക്കാണ് എന്ത്? CM വലിയുള്ളാഹി ഞങ്ങളാളാണ്. CM വലിയുള്ളാഹി ആരാ? ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനുള്ള വഫാത്തായപ്പോ നിങ്ങൾ അറിയണം, ഇവർ ഖബർ കുഴിച്ചു. എവിടെ? CM വലിയുള്ളാഹി ഞങ്ങൾക്ക് കിട്ടുന്ന അപ്പുറത്ത് ഷെയ്ഖിനെ കിടക്കുന്ന അവിടെയാണ് ആ പാറ അണ്ടസത്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. എന്നൊരു പെട്ടി അവിടെ വെച്ചു, വെട്ടിയടച്ചു. ഒരു തെളിവെന്താറുന്നത്? CM വലിയുള്ളാഹി നിങ്ങൾ എടുത്തോളൂ, ഞാൻ കുഴപ്പമില്ല. പക്ഷെ ബാറക്കിനെ ഹൗലഹുന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ചുറ്റാത്ത ബർക്കത്ത് ഞങ്ങൾക്കാണ്. ശരി, വേറെ മൊഴിയിൽ പൊട്ടിച്ചെന്തായിട്ട് ചത്തുപോകുന്നെന്താ അറിയോ? CM വലിയുള്ളാഹി എവിടെ കിടക്കാൻ കാണിച്ചത്? നിങ്ങൾ CM വലിയുള്ളാഹിന്റെ ജനാസിയുമായിട്ട് പോകുമ്പോ മർക്കസ് നിന്നെത്തിയപ്പോ വണ്ടി നിന്ന്, പിന്നെ ചാട്ടായില്ല. നമുക്ക് ഓർമ്മയില്ല ചാട്ടാകാത്ത സംഭവം. ഞാൻ ആ ക്ലിപ്പൊന്നും പെടാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര നോക്കിയിട്ട് വണ്ടി ചാട്ടാനില്ല. അത് ഹിക്കായത്ത് ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കിനെ ഉദ്ധരിക്കണമെന്നാണ് ഞാൻ അങ്ങനെ തന്നെ പറയണം കേട്ടോ. അത് കളിയാക്കാൻ വേണ്ടി പറയല്ല. ഒരു സംഭവം ഉദ്ധരിക്കുമ്പോൾ ആ വാക്കിനെ ഉദ്ധരിക്കൽ കുറച്ചുകൂടി നല്ലതെന്നാ. അങ്ങനെ അവിടെ പകർസ്ത പറഞ്ഞ വാക്കാണ് ചാട്ടാനില്ല. പിന്നെ അടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞ വണ്ടി ചാട്ടായത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും ഇപ്പൊ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും CM വലിയുള്ളാഹി തങ്ങള് ഇപ്പോ നമ്മളോട് കിടക്കാനുള്ള കാരണം എന്താണ്? അതിന് കാരണം വടശ്ശേരിക്കാരൻ പറയുന്നത് കേട്ടോളൂ. ആകെ ഇവിടെ പറഞ്ഞെന്തായാലും നിങ്ങൾ CM വലിയുള്ളാഹിയുടെ മഖബറ ഇവരെടുത്താണ്. അത് ഞങ്ങളെ നേതാക്കന്മാരിൽ റഊഫ് റഹീമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഞങ്ങളെ നേതാക്കന്മാരൊക്കെ റഊഫ് റഹീമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളെ കൂട്ടത്തിൻ്റെ ഒരു ബാലുശ്ശേരി എന്ന സാധനം, അതിനെ വലത്തും വെക്കാം, ഇയാളെ ഇടത്തും വെക്കാം. അയാൾ പിന്നെ അങ്ങനെയാണ്. അയാൾ എന്ത് പറയുമ്പോഴും അങ്ങനെയുള്ള ഒക്കെ ഖുർആൻ പറഞ്ഞെന്ന് പറയും. അയാൾ പറഞ്ഞു ഖുർആൻ പേച്ചു സമസ്ത പേച്ചെന്ന് ഖുർആനിൽ പറഞ്ഞ ആളാണ്. സമസ്ത ഇന്നത്തെ സമസ്ത പേച്ചെന്ന് ഖുർആനിലുണ്ട്. അങ്ങനെ ആയത്തും ഖുർആനിൽ കേട്ടുകൊണ്ടു. വേറൊരിക്കൽ അയാൾ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ സുനാമി ഇല്ലാത്തത്. മുജാഹിദ് ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലാകെ സുനാമി കൊണ്ട് നശിക്കുമായിരുന്നു. അങ്ങനെ ഖുർആനിലുണ്ട് പറഞ്ഞ ആളാണ്. അങ്ങനെ ആയത്ത് ഖുർആനിലുണ്ട്. ഉണ്ടെങ്കിൽ എങ്ങനെ പണ്ട് ലൗലം യകുൽ മുജാഹിദ് ഫീ കേരള ലഹലകത് കേരള ബിസ്സുനാമി, അങ്ങനെ ആയത്തുകൾ കേട്ടിക്കണോ? അപ്പൊ അയാളെ തനി സ്വഭാവക്കാനായി വടശ്ശേരിക്കാരനും. ഇയാൾ പറയാ ഖുർആൻ പറഞ്ഞത്ര ഞങ്ങളെ നേതാക്കന്മാരൊക്കെ റഊഫ് റഹീമാണ്. പിന്നെ എന്തിനെ തെളിവ് പറയണത്? CM വലിയുള്ളാഹിയുടെ മഖബറ സമസ്തന്റെ പായി. അതിന് തെളിവെന്താ? ഞങ്ങളെ നേതാക്കന്മാരൊക്കെ റഊഫ് റഹീമാണ്. ഖുർആൻ എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് നേതൃത്വം നൽകി. ആ പറഞ്ഞ നടത്തുന്ന ലക്കജാക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലീമാനുത്തുൻ അരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ് റഹീം നടത്തുന്ന കാന്തപുരം AP അബൂബക്കർ റഊഫാണ്. പേരോടത്തമ്മ സഖാഫി റഹീമാണ്. എന്നതിനർത്ഥം പറയുന്നിടത്തൊക്കെ ഒരു പരിധി വേണ്ടേ മൂല്യരെ? അള്ളാന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ടല്ലേ കളി. ഇരിക്കട്ടെ, പറയട്ടെ ബാക്കി. കാലത്ത് എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് നേതൃത്വം നൽകി. നിങ്ങൾ ആ വഴിക്കേ പോയി നോക്കിയ വഫാത്തായ ശേഷം ഞങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു പള്ളി സൈഡ് വന്ന് മൂപ്പര് കടന്നിരുന്നെങ്കിൽ നിങ്ങൾ സാധനം ലീഗാനേ നിങ്ങൾ പറയും എന്താ ഉള്ളിയാറി. അപ്പൊ നിങ്ങൾ കൂട്ടത്തോടെ കാഫറായി പോകും. അതില്ലാതാക്കാൻ നിങ്ങൾക്ക് പൈസയല്ല വേണ്ട, എടുത്തോളി. എന്നാൽ നിങ്ങൾ കാഫറാകാഞ്ഞാൽ മതി എന്നുള്ള നിരക്കാ CM വലിയുള്ള അവിടെ വന്ന് കടന്നത്. നിങ്ങൾ കൂട്ടത്തോടെ കാഫറാകണ്ട വിചാരിച്ചിട്ടാണ് CM വലിയുള്ള തങ്ങൾ എവിടെ നടന്നത്. അപ്പോഴും CM വലിയുള്ള തങ്ങൾ ആരോടാ താല്പര്യം? ഇയാൾ പറഞ്ഞാലിക്കോടെ ഇയാൾ പറഞ്ഞു വെച്ച് നോക്കുക. അപ്പോഴും CM വലിയക്ക് താല്പര്യം ആരോടാ? നമ്മൾ മുമ്പിനായി മരിക്കണമെന്ന് ആഗ്രഹമല്ലേ മുമ്പിൽക്കുള്ളൂ. ഈ സാധുക്കൾക്ക് ഞാൻ എപ്പോഴും പറിച്ചിട്ടുണ്ടല്ലോ, മുടിയുള്ളൂ, തലല്ല. കുറച്ച് മുടിയും പിടിച്ച് കിടക്കുന്ന തലല്ല. CM വലിയുള്ള വഫാത്തിന്റെ സമയത്ത് ചിന്തിച്ചെന്താ? പടച്ചോനെ, സമസ്തക്കാരൊക്കെ മുഅ്മിനായി മരിക്കണം. ഇവരെന്താ ചെയ്യട്ടെ, അവർക്ക് പൈസ വേണ്ട, എടുത്തോട്ടെ. സമസ്തക്കാരൊക്കെ മുഅ്മിനായി മരിക്കട്ടെ. അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, CM വലിയുള്ളാഹിയുടെ ജനാസ കൊണ്ടുവച്ച സമയം
മറ്റാൾ മൈക്കും പിടിച്ചിരിക്കുക. ഒരാൾക്ക് മൈക്ക് കൊടുക്കണില്ല, അയാൾക്ക് ഇമാം വെക്കണം. അയാളിങ്ങനെ റെഡിയായില്ലേ, ഇമാമുക്ക് അങ്ങനെ നിൽക്കല്ലേ. അപ്പോഴല്ലേ ശിഹാബ് തങ്ങൾ വരുന്നു, എല്ലാരും മാറിക്കൊടുക്കുന്നു, നിസ്കരിക്കുന്നു. പിന്നെ അയാൾക്കുടെ ചാൻസ് സി.എം. വലിയുള്ളാഹി നമ്മൾ വിശ്വസിക്കുന്നു അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ മുഅ്ജിസത്ത് കറാമത്ത് അത് മരണത്തോടുകൂടെ മുറിയില്ല. സി.എം. വലിയുള്ളാഹി വലിയല്ലേ, ഔലിയാക്കൾക്ക് കറാമത്തുണ്ടല്ലോ, അത് ജീവിതകാലത്തേക്ക് മാത്രമല്ല മരണാനന്തര കറാമത്തുണ്ട്. സി.എം. വലിയുള്ളാഹി ഇയാളെ പറ്റി നന്നായിട്ടറിയാം. നിങ്ങൾക്കറിയോ ഇവരിന് ഇയാളെ മധു പറയുന്നുണ്ട്. ആരെ? കാന്തപുരത്തിന്റെ മധു പറയാറ് കൗസർ സഖാഫി. പകരെന്താ കാന്തപുരത്തിന്റെ മധു പറഞ്ഞത്? കാന്തപുരം ആരാണ്? ഔലിയാക്കൾക്കൊരു ഷൂറയുണ്ട്, ആ ഷൂറയിലെ പ്രധാന അംഗമാണെന്ന് കാജ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഏത് കാജ? അയാളെ പ്രസംഗം കേട്ട കാജ വീട് ഒഴുകി പോകും. കാജനോട് പറഞ്ഞു, ഞങ്ങളുടെ ഉസ്താദ് ഉസ്താദ് മഹാനായ അജ്മീർ വഫാത്തായി കിടക്കുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹു കുറിച്ച് പറയുമ്പോൾ കാജ കാജ കാജ. ഒരു കുഴപ്പമില്ല, കാജ എന്ന് പറഞ്ഞ ഒരു മടി ഉണ്ടായി ഞങ്ങൾ ആ പ്രസംഗം കേട്ടിട്ടുണ്ടാവും. ഞാനിലേക്ക് കിടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. പിന്നെ നമ്മൾ വല്ലാതെ പറഞ്ഞപ്പോ പിന്നെ അയാൾ ആ സ്വപ്നം പിന്നെ പറഞ്ഞു. ഏത്? അജ്മീറിലെ ഖാജ ഷെയ്ഖിനെ കണ്ട സംഭവം അയാൾ പറഞ്ഞു. ആദ്യം പറഞ്ഞപ്പോഴൊക്കെ കാജ കാജ പറഞ്ഞത്, പിന്നെ പറഞ്ഞപ്പോൾ എന്തൊരു കാജ പറച്ചിൽ നിർത്തി. അയാള് വലിയ മഹത്വത്തോടെ പറയാൻ തുടങ്ങി. ഇടക്കൊന്നും അറിയാതെന്ന് പറഞ്ഞു ഇതിനെ എസ്കേസ് പരിപാടി വെച്ചത് നിങ്ങളെ കൊണ്ട് മാറ്റിച്ചില്ലേ ഞങ്ങൾ ഓരോന്നോരോന്ന്. എന്തായാലും അന്ന് പറഞ്ഞെന്താ, ഔലിയാക്കൾക്കൊരു ഷൂറയുണ്ട്, ആ ഷൂറയിലെ പ്രധാന അംഗമാണ് എ പി ഉസ്താദ്. ഔലിയാക്കളിലെ മുഹിദ്ദി ഷേഖ്, റിഫായ് ഷേഖ്, ജുനൈദുൽ ബഗ്ദാദി, അജ്മീർ ഷെയ്ഖ്, മമ്പുറം തങ്ങളൊക്കെയുള്ള ഔലിയാക്കളുടെ ഷൂറയിലെ പ്രധാന അംഗാര്. ഈ ഏപ്പിനെ അടുത്തറിഞ്ഞ ആൾക്കാർ മനസ്സിലാക്കില്ല, പടച്ചോന്ന് ഇയാൾ ഇങ്ങനെയാണെങ്കിൽ മുഷാവറിലെ ബാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും? പ്രധാന അംഗം ഇയാളാണ് എന്നല്ലേ ചിന്തിക്കുക അല്ലേ? നമ്മളന്ന് പറഞ്ഞത് പറയരുത് ഇയാൾ വലിയല്ല ആണോ? ഒന്നുമല്ല. ഇനി അത് വ്യക്തമായി പറഞ്ഞാല് കൗസർ സഖാഫി പറയാണ് സി.എം. വലിയുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി എപ്പി പോയതരം. അപ്പൊ സി.എം. വലിയുള്ളാഹി രാത്രി ഇങ്ങനെ നിസ്കാരാണ്, ഭയങ്കര ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയാണ്. നേരം വെളുത്തപ്പോ സി.എം. വലിയുള്ളാഹിയോട് എപ്പി ചോദിച്ചത്രേ, ഉസ്താദ് എനിക്കും നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ സി.എം. വലിയുള്ളാഹി പറഞ്ഞത്ര, എപ്പി താങ്കളുടെ പണി ഇതല്ല, താങ്കൾ ഈ പണിക്ക് പറ്റൂല. ഏത് പണിക്ക് പറ്റൂല? ഔലിയാക്കളെ മുഷാവറിലെ പ്രധാന അംഗം പോയിട്ട് ഔലിയാക്കളെ വകുപ്പിക്കല് പറ്റൂല. നിങ്ങൾക്ക് നല്ലത് എത്തീങ്ങാനെയാണ്. അതല്ല തന്നെയാണ്, ഉറപ്പാണ്. ഇവരെപ്പോഴും പറയാറുണ്ട് ഉസ്താദില്ലെങ്കിൽ എത്തീംകുട്ടിയുടെ കാര്യം എന്തായിരുന്നു. അങ്ങനെയല്ല പറയണ്ട്, എത്തീംകുട്ടികളില്ലെങ്കിൽ ഉസ്താദിന്റെ കാര്യം എന്തായിരുന്നു ചിന്തിക്കേണ്ടത്. എത്തീംകുട്ടികളുണ്ടാണ് മൂപ്പരങ്ങനെ കഴിഞ്ഞു പോകപ്പോ. പണ്ട് സിറാജ് പത്രത്തിന്റെ കഥ പറഞ്ഞപ്പോ നാട്യോസ്താ പറഞ്ഞാൽ ഓർക്കാണ്. നാട്യോസ്താദിന്റെ പേരിലാണല്ലോ നമ്മൾ സദസ്സുള്ളത്. നാട്യോസ്താദ് കോഴിക്കോട് നിന്ന് വരത്രേ. അതിന്റെ ചേരും നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമായി കൊടുക്കുമാറാവട്ടെ. അവ KSRTC ഉസ്താദിനെ വരുമ്പോൾ ഉസ്താദ് തൊട്ട സീറ്റിലിരിക്കുന്നത് സിറാജ് പത്രത്തിന്റെ ഒരാളാണ്. സിറാജ് പത്രത്തിന് എവിടെ ഭരിക്കാറില്ല നമുക്കറിയാലോ. ഇരിക്കട്ടെ. അപ്പൊ സിറാജ് പത്രത്തിന്റെ അങ്ങനെ വർത്താനം പറഞ്ഞ് സംസാരിച്ചപ്പോ ഇയാൾ സിറാജ് പത്രത്തിന്റെ ജോലിക്കാരൻ മനസ്സിലായപ്പോ നാട്ടികസ്ഥാനോട് ചെറുങ്ങളാരെ, ഞാൻ മൂസ എടെ വീട് എടയാറ്റൂരാണ്. ഒരു സംശയമില്ലല്ലോ, നാട്ടിക മൂസമൂടിന്ന് വന്നിട്ടില്ല, എന്തേ പറയുള്ളൂ, മൂസ എടയാറ്റൂര്. അങ്ങനെ എടുത്തേക്ക് സിറാജിന്റെ പ്രവർത്തകൻ പറഞ്ഞപ്പോ നാട്ടികസ്ഥ ചോദിച്ചു, അല്ല നമ്മളെ സിറാജിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? അപ്പൊ അയാൾക്കൊന്നും വലിയ സന്തോഷം. നമ്മളെ സിറാജിന്നല്ലേ പറഞ്ഞത്, നമ്മളെ സിറാജിന്റെ അവസ്ഥ എന്നല്ലേ നാട്ടികസ്ഥ ചോദിച്ചത്. അപ്പൊ ആളൊന്നും അതിന്റെ കാര്യമൊന്നും പറയണ്ട, ആ യത്തീം കുട്ടികളില്ലെങ്കിൽ കാണായിരുന്നു. യത്തീം കുട്ടികളില്ലെങ്കിൽ കാണായിരുന്നു. ഏതിന്റെ അവസ്ഥ? സിറാജ് പത്രത്തിന്റെ അവസ്ഥ. യത്തീം കുട്ടികളെ പേരും പറഞ്ഞിട്ടാണ് സിറാജ് പത്രം നടക്കുന്നത്, ഉസ്താദ് നടക്കുന്നത്, കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ല ഉസ്താദ് ഇല്ലെങ്കിൽ കാണായിരുന്നു യത്തീം കുട്ടികൾ എന്ന് പറഞ്ഞ ആവശ്യമില്ല. യത്തീം കുട്ടികൾ ഇല്ലെങ്കിൽ കാണായിരുന്നു ഉസ്താദിനെ കാര്യം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് സി.എം. വലിയുള്ളാഹിയോട് ചോദിച്ചപ്പോ സി.എം. വലിയുള്ളാഹി പറഞ്ഞ വാക്കെന്താ? കൗസർ സഖാഫി പറയട്ടെ. പലപ്പോഴും അങ്ങനെ അലങ്കോലമാണ് പാവപ്പെട്ട പ്രവാസി സഹോദരങ്ങളുടെ കൂട്ടാം
അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ വലിയ വലിയനോട് കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ വെച്ച് കുശലം പറഞ്ഞ് രാത്രിയിൽ കുറെ സംസാരിച്ചു. ഉസ്താദ് അവർകൾ ചെറിയ രൂപത്തിൽ റൂമിൽ വിശ്രമിക്കുന്നു. താഴെ പായിൽ അല്പം കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഉറക്കം ഞെട്ടിയപ്പോ മഹാനായ മടവൂർ വലിയുല്ലാഹി പാതിരാവിന്റെ നിശബ്ദതയിൽ സുജൂദിൽ വീണ് കരയുകയാണ്. ഉസ്താദ് നല്ല ഉറക്കത്തിലാണ്. സിയം വലിയുല്ലാഹി ഈ ബാത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാ. മദ്ഹ് പറയണതൊക്കെ പറയട്ടെ. മഹാനായ കാന്തപുരം ഉസ്താദ് പിന്നെയും പലപ്പോഴും രാത്രിയിൽ തന്നെ പല ദൃശ്യങ്ങളിൽ പല നേരങ്ങളിൽ കണ്ടു. പാതിരാക്ക് പടച്ചവനുമായി സല്ലപിക്കുന്ന പ്രായപ്രേയസിയോട് പ്രേമം പങ്കിടുന്നത് പോലെ സ്വല്ലുവന്നാസുനിയ, ജനങ്ങളൊക്കെ ഉറങ്ങവേ അള്ളാഹുവെന്ന ഹൃദയത്തിന്റെ കൊട്ടാരത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന പുതുമണവാളനോട് സല്ലാപവും സന്തോഷവും പങ്കിടുന്ന ആത്മജ്ഞാനികളായ ഔലിയാക്കളുടെ അത്ഭുതങ്ങളുടെ മഹത്തായ അനുഭവങ്ങൾ രാത്രിയിൽ കുറെ തവണ കണ്ടു. രാവിലെ സുബഹിയും ഒന്നിച്ച് നിസ്കരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കാന്തപുരം ഉസ്താദ് വിനയത്തോട് ആവശ്യപ്പെട്ടു, ഒരു കാര്യം, അങ്ങയെപ്പോലെ ഇങ്ങനെ ഒരു വഴിക്ക് എന്നെ ചേർത്തു തരുമോ? എന്താ ചോദിച്ചത്? നേരം വെളുത്ത് തിരിച്ചു പോരാ സമയത്ത് രാത്രി മുഴുക്കെ കടന്നുറങ്ങി കാന്തപുരം. സിയം വലിയുല്ലാഹി ഇബാദത്തിലാണ്. ഇടക്കിടക്ക് കാന്തപുരം ഞെട്ടുണരുമ്പോ സിയം വലിയുല്ലാഹി ഇബാദത്തിലാണ്. നേരം വെളുത്തപ്പോൾ കാന്തപുരത്തിലും തോന്നി, എനിക്കൊന്ന് ഈ വഴിയിലേക്ക് കിടന്നാലോ? സിയം വലിയുല്ലാഹി തങ്ങളോട് ചോദിച്ചു, താങ്കളെപ്പോലെ എനിക്കുമൊന്ന് ഈ വഴിയിൽ കയറാൻ ഒന്ന് സമ്മതം തരുമോ? സിയം വലിയുല്ലാഹിനോട് ചോദ്യം. ഒരു വലിയ ഔലിയാക്കളെ കൂട്ടത്തിപ്പെടാൻ അവരെ മുഷാവറയ്ക്ക് എത്താനെന്നല്ല ചോദിച്ചത്. പിന്നെ റസൂലുള്ളാഹിക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കേണ്ട പദവിയിലേക്ക് എത്താനല്ല ചോദിച്ചത്. എന്ത് മതി? ജസ്റ്റ് ഔലിയാക്കളിൽ എത്തിപ്പെട്ടാൽ മതി. ചോദിച്ചപ്പോൾ സിയം വലിയുല്ലാഹിന്റെ മറുപടി എന്താ? ഞാൻ പറയണ്ട, കാന്തപുരത്തിന്റെ കൂടപ്പിറപ്പായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയല്ലേ, ഏറ്റവും അടുത്ത് ആ പാനപാത്രം എന്റെ ചുണ്ടോടടുപ്പിച്ചു തന്നാൽ. മഹാനായ മടവൂര് പറഞ്ഞു, AP നിങ്ങളുടെ വഴി അതല്ല. അല്ല AP നിങ്ങളെ വഴി അതല്ല. ഏതല്ല? ഔലിയാക്കളെ പണിക്ക് നിങ്ങളെ പറ്റൂല AP. നിങ്ങളെ പണി അതല്ല. എന്നിട്ട് ആ APനാണ് ബരന്താക്കിയത്. ഔലിയാക്കൾക്ക് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ആ സ്വപ്ന കഥ ഓർമ്മല്ലേ? അഖിലലോകത്തൊരു മുഷാവറുണ്ട്. ആ മുഷാവറിലെ പ്രധാന അംഗമാണ് AP എന്ന് പരിചയപ്പെടുത്തിയത്, അല്ലേ? ആലോചിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കള്ളക്കഥ പറഞ്ഞവരല്ല നമ്മുടെ ഉസ്താദുമാർ. വലിയ മഹാരഥന്മാരായ ആളുകൾ ജീവിതത്തിൽ ഒരു ഖറാഅത്ത് ചെയ്തിയെന്ന് ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ആളുകൾ നല്ല വറഇന്റെ ഉടമകളാണ്, തഖ്വയുടെ ഉടമകളാണ്, സൂക്ഷ്മതയുടെ ഉടമകളാണ്. നമുക്ക് പറയാനുണ്ട്. ഇവർക്ക് പറയാനെന്താ? ഇവർക്ക് മഹത്വം എന്താ? ഏതാണ് വാഹനത്തിന്റെ ടയറിന് ഇത്ര വീതിയുണ്ട്, അല്ലേ? പത്തപ്പേരും സക്കാഫീർ സ്ഥലത്ത് പ്രസംഗിച്ചെന്താ അറിയോ? ഉസ്താദിന്റെ വണ്ടിയുടെ കുറ്റപ്പം എല്ലാവരും പറയണത് അത് ഉസ്താദിന്റെ ഇൽമും തഖ്വയും അനുസരിച്ചുകൊണ്ട് അല്ലാത്തൊരു വണ്ടി കൊടുത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ വണ്ടികൾ കണ്ടിട്ടില്ലേ, അത് എന്റെ വയസ്സിനും ഇരുമിനനുസരിച്ചുള്ള വണ്ടി എനിക്ക് അല്ലാത്ര തന്നു. ആ വണ്ടി കൊടുക്കണ എങ്ങനെ നോക്കിയിട്ടാണ്? ആ വയസ്സും തഖ്വയും നോക്കിയിട്ട്. അപ്പൊ നല്ല മുന്തിയ കാറിന്റെ ഭയങ്കര തഖ്വന്റെ ഉടമയാണ്. അപ്പൊ ഇവിടെയൊക്കെ ചില ആൾക്കാരെ കാറൊക്കെ നമുക്ക് മനസ്സിൽ ഓടുന്നുണ്ട്. ചില സിനിമാ നടന്മാരൊക്കെ അവരൊക്കെ തഖ്വ എന്തായിരിക്കും റബ്ബേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ല, ഒന്നും പറയാ ഒരു മടിയില്ലാത്ത ആൾക്കാര്. ഇത് സമൂഹം കേൾക്കുന്നുണ്ട്. പഴയ കാലം പോലെയല്ലല്ലോ. ഇവിടെ പറഞ്ഞ തത്സമയം ലോകം കേൾക്കല്ലേ? ആ ഒരു ബോധം വേണ്ടേ? ഇപ്പൊ നമ്മളിതവിടെ പ്രസംഗിക്കുന്നു കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കും അറിയുന്നത് ബോധം നമുക്ക് വേണ്ടേ? പറയുമ്പോ ഇവർക്കതിൽ അങ്ങോട്ട് പറയുന്നേ എന്താ പറയണമെന്നില്ല, എന്താ പറയേണ്ടതെന്നില്ല, എന്താ ചെയ്യേണ്ടെന്നില്ലാത്തൊരു ടീം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു പണ്ഡിതന്റെ മാനദണ്ഡമായിട്ട് പറഞ്ഞത് പണ്ഡിതന്റെ വാഹനത്തിന്റെ ടയറിന്റെ വീതി. ഇതാണ് ഒരു പണ്ഡിതന്റെ മഹത്വം പറയേണ്ടത്. വാഹനമുണ്ടാകലോ വാഹനത്തിന്റെ ടയർ വീതി കൂടലോ അല്ല നമ്മൾ പ്രശ്നം പറയുന്നത്. പിന്നെന്താ അത് മഹത്വമായി പറയുന്നത് നമ്മൾ പറഞ്ഞത്.
അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, നമ്മുടെ ആലിമ്യങ്ങൾ, നല്ലവരായ ആലിമ്യങ്ങൾ ജീവിതത്തിലൊരു കറാഹത്ത് പോലും ചെയ്തെന്ന് ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത മഹത്തുക്കൾ, ആ മഹത്തുക്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവർ നല്ല നില കൊണ്ടുവരുമ്പോഴാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ പ്രശ്നം തുറക്കുന്നത്. അന്ന് പ്രശ്നം തുടങ്ങിപ്പോയപ്പോ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു ദുആയുണ്ടായിരുന്നു, അല്ലാഹുവേ സമസ്തക്കതിൽ പ്രവർത്തിച്ചവർ, സമസ്തക്കതിൽ കേസ് കൊടുത്തവർ, അവരുടെ മുഖം കെടുത്തണേ അല്ലാ. അതല്ലേ ഇപ്പൊ ഉണ്ടായത്? അതിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന മുടിയും പൊടിയും ചട്ടിയും പാത്രവും ജുബ്ബയും ഒക്കെ അതിന്റെ ബാക്കിയാണ്. അന്ന് കണ്ണിയത്ത് സ്ഥാനം ദുആ. ഇത് ശരിക്കും മുഖം കെട്ടില്ലേ? ഇപ്പൊ നിങ്ങളുടെ പാത്രം കൊണ്ടുവന്നു, കൊടുന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. കൊടുന്നപ്പോ എന്തൊക്കെയാ പ്രസംഗിച്ചത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സാക്ഷി നിർത്തി ഹസർജിയും അതോടൊപ്പം തന്നെ കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ചുള്ളിക്കോട് സക്കാഫിയും എന്താന്ന് പ്രസംഗിച്ചതാ, നമുക്ക് വലിയൊരു സമ്മാനമായി കൊണ്ട് ഹസർജിദ എത്തിയിരിക്കുന്ന ആ പാത്രം ഇങ്ങനെ കാണിച്ചൊരു പ്രസംഗിച്ചു. ഇതെല്ലാം വെള്ളം എല്ലാവർക്കും കുടിക്കാൻ തരുന്നു പറഞ്ഞു. ഈ വെള്ളം എങ്ങനെയാണ് കേരളത്തിൽ എത്തിക്കാൻ കഴിയുക നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അന്ന് കേൾക്കുന്ന കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഇന്ത്യക്കാരായ വിശ്വാസികളെ, നിങ്ങൾക്കിതാ ഞാനൊരു വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാനിതാ നൽകുകയാണ്. മാത്രമല്ല എല്ലാവർക്കും നോക്കാൻ അവസരം. ഏതാണ് ഈ ചട്ടി? നേരത്തെ ഓണംപള്ളി സാർ സൂചിപ്പിച്ചല്ലോ, ജൂതന്മാരുടെ പാത്രം. മുത്തുനബിന്റെ പാത്രമല്ലത്. മുത്തുനബി കണ്ടിട്ട് പോലില്ല ആ പാത്രം. അതിലെ ലിപിയും അതിലെ ലോകവും പരിശോധിച്ചാൽ അറിയാം, അങ്ങനെ ലിപി റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അങ്ങനെ ലോഗോ, ജൂതന്മാരുടെ ലോഗോ, അതും റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അത് മുദ്ര ചെയ്യപ്പെട്ടൊരു പാത്രത്തിട്ട് ഇത് റസൂലുള്ളാഹിന്റെ ആണ്, ഇത് കാണാനുള്ള ഭാഗ്യത അപ്പം തരുന്നുണ്ട്. ഇനി ഇതിലൊഴിച്ച വെള്ളം എങ്ങനെ നാട്ടിൽ എത്തുക, അത് ആലോചിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. SSF എന്തൊക്കെ വെള്ളം കൊടുക്കുക, ഓരോ യൂണിറ്റിലും ഓരോ സ്റ്റാൾ തുടങ്ങേണ്ടി വരും. 5-6 കുപ്പി ഇങ്ങനെ നിരത്തി വെക്കുക. ഇത് മുടി ജ്യൂസ് 1, 2 പൊടി ജ്യൂസ്, പിന്നെയോ താടി രോമമിട്ട ജ്യൂസ്, പിന്നെ ജുബ്ബയിട്ട ജ്യൂസ്, ചട്ടിയിലെ വെള്ളം ഒഴിച്ച ജ്യൂസ്. SSF എന്നിട്ട് ദേവണ്ട് ഇത് വേണോ അത് വേണോ അത് വേണോ അല്ലേ? കണ്ട നിങ്ങൾ, ജൂതന്മാരുടെ അവർ വെബ്സൈറ്റിൽ ചെന്നാൽ കാണുന്നു, ഈ പാത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ആരുടെ? ജൂതന്മാരുടെ. ഈ പാത്രം കാണിച്ചിട്ടാ പറയുന്നത് റസൂലുള്ള കുടിച്ച പാത്രമാണ്. നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ട്. ഇതെങ്ങനെയാണിത് നിങ്ങളുടെ നാട്ടിലേക്ക് എത്തേണ്ടത് ഉസ്താദ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദ് പ്രസംഗത്ത് പറയട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അത് ഇൻഷാ അല്ലാഹ് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കർ നിങ്ങളെ ഉണർത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ച ആ പാത്രത്തിന്റെ ബറക്കത്ത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വിശ്വാസികൾക്കും എത്തണമെന്ന ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിത് നൽകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ലിമൻ ഹമിദാ തുടങ്ങി. കാരണം ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് എവിടെപ്പോ പാത്രം, എവിടെ പാത്രപ്പോ? ഈ ഇടയ്ക്ക് മർക്കത്തിലേക്ക് വിളിച്ചു ചോദിച്ചു, ആ പാത്രം എവിടെ ചോദിച്ചു. അതിപ്പോ അത് പിന്നെ അവിടെയും കുറെ ആൾക്കാർ വരില്ലേ UAE-ല്, അപ്പൊ അവർക്ക് കുടിക്കണ്ടേ, അപ്പൊ തിരിച്ചുകൊണ്ടായി. ഉസ്താദിന് സമ്മാനം കൊടുത്ത സാധനങ്ങളെ തിരിച്ചുകൊണ്ടുക, മസ്അലയിലും പഠിക്കണ്ടേ? നിങ്ങൾ സിറാജ് പത്രം പിറ്റേസൈൻ എന്താ ഉസ്താദിന് സമ്മാനമായി നൽകിയെന്ന കൊടുത്തെങ്ങനെ ഇയാൾ കഥ തിരിച്ചു വാങ്ങിക്കൊണ്ടുക? ആ ചട്ടിയുടെ കഥ കഴിഞ്ഞു. ആ ചട്ടി അഡ്രസ്സിലില്ല. അപ്പോഴാണ് പിന്നെ അടുത്തത് വന്നൊരു ജുബ്ബ. ഏതാ ജുബ്ബ? ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ധരിച്ച ജുബ്ബയാണത്രേ. സുബ്ഹാനല്ലാഹ്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു? സാലിഹ് നബിന്റെ ഒട്ടകപ്പടുത്ത് വരും. സാലിഹ് നബിന്റെ ഒട്ടകം അടുത്ത മർക്ക സമ്മേളനത്തിന് കാന്തപുരം ഒട്ടകം പിടിച്ചിങ്ങനെ വരും. എല്ലാരും ഇങ്ങനെ നോക്കും, എന്താ ഇത്? സാലിഹ് നബിന്റെ ഒട്ടകം. അതെവിടുന്ന്? അതൊക്കെ കിട്ടി. അപ്പൊ SSF പ്രസംഗിക്കും, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ചോദിക്കാൻ പാടില്ല.
ജുബ്ബ പറഞ്ഞിട്ടില്ല നിങ്ങൾ? ജുബ്ബയെ കുറിച്ച് പറയുന്നത് ഖാലിദ് റളിയല്ലാഹു ധരിച്ച ജുബ്ബ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെ അവിടുന്ന് പോരുന്നാണേ. കുറെ എണ്ണം മറ്റാർന്ന് പോരുന്ന നമ്മളെ ആ ബോംബെയിലെ ജാലിവാലത്ത് അവിടെ കുറെ സാധനമുണ്ട്. ഫാത്തിമ ബീന്റെ ഉണ്ട്, സുലൈമാൻ ബിന്റെ മോതിരമുണ്ട്, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കളർ ഫോട്ടോ ഉണ്ട്. അവിടെ എന്തൊക്കെ അല്ലാഹു അലം നമുക്കറിയില്ല. എന്തൊക്കെ ഡിജിറ്റൽ ഫോട്ടോ ഉണ്ടെന്ന് കേട്ടത്, എന്തൊക്കെ അവിടെ ഉള്ളത് അല്ലാഹു അലം. ഇരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഓരോ ആസാറുകൾ, അയാൾക്കുള്ള ആസാറുകളെ കുറിച്ച് പറയട്ടെ. ഇപ്പോൾ മദീന മുനവ്വറയിൽ നിന്ന് വന്ന ആൾ നിങ്ങളോട് എന്താണ് പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായിട്ട്. മദീനത്തിൽ വന്നാലിപ്പം കൂടെ എന്താ പറഞ്ഞ മനസ്സിലായോ? ഇല്ല. ഒന്ന് നേരെ പറഞ്ഞു കൊടുക്കി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ ഡോക്ടർ അഹമ്മദ് ഹസറദിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിൽ നിന്ന്, തലയിൽ നിന്ന് ലഭിച്ച തിരുകേശമാണ് കിട്ടിയതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയുടെ രോമത്തിൽ നിന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. എന്തേ പറഞ്ഞത്? പണ്ട് തലമുടിയാണ് കൊടുന്നെങ്കിൽ ഇപ്പതാ താടിരോമവും കൊണ്ടുവന്നിരിക്കുന്നു. പണ്ടൊരു സാധു പറഞ്ഞതിന്റെ പേരില നന്നായിട്ട് പൊള്ളർച്ച് കിട്ടിയത്. ഏത് മർക്കസിൽ 3 മുടിയുണ്ട്. ഒന്ന് തലമുടി, താടിമുടി, കൈമുടി. അത് പേരോട് വെച്ചിട്ട് അത് പറയാൻ അയാളാരെ ചുമതലപ്പെടുത്തുന്ന വെച്ചത്. ഇപ്പൊ ഉസ്താവ് പറയണത് താടി രോമം കിട്ടിയിട്ടുണ്ട്. കിട്ടിയെന്ന് മാത്രല്ല കൊണ്ടുവരിക തന്നെയല്ല, മർക്കസിൽ അത് തന്നു കഴിഞ്ഞു. അതും കിട്ടിക്കഴിഞ്ഞു, മർക്കസിൽ അത് തന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് താമസം വിന അടുത്ത വെള്ളം ഇറങ്ങാൻ പോവുക. ഏതാണ് ഏത് ജ്യൂസാണ്? താടി രോമൻ ജ്യൂസ്. അത് കഴിയുമ്പോ ഒരു ജുബ്ബ മുക്കിയത്. സുബ്ഹാനല്ലാഹ്. അത് ഞാൻ പറഞ്ഞു എന്തൊക്കെ വരാനിരിക്കുന്ന അറിയില്ല, എവിടേക്കാണ് ഈ പോക്കെന്നറിയില്ല. അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ചൂഷകവർഗത്തിൽ നിന്ന് ഈ സമുദായത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തൊക്കെ പറയാൻ ഒരു മടിയില്ലാത്ത ടീം, യാതൊരു മടിയുമില്ലാത്തൊരു ടീം. എവിടേക്കാണ് ഈ പോക്ക്? ഇതുകൊണ്ടാണ് ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ നമ്മളൊരു സംവാദത്തിന് തയ്യാറായത്. ഇതൊന്ന് അവസാനിപ്പിച്ചെങ്കിൽ ആഗ്രഹിച്ചു. നമ്മൾ കീഴ്ശേരി സംവാദം നടത്തി. ആ സംവാദത്തിൽ വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? നമുക്ക് വെല്ലൂരത്ത് മുടി പറയാം, എന്നിട്ട് മർക്കസ് പറയാനായി അല്ലേ? അവിടുന്ന് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. നമ്മൾ പറഞ്ഞു മർക്കസാണ് ചർച്ച, മർക്കസ് പറയട്ടെ. മിണ്ടിയില്ല. അവസാനം തിരുശൂരത്തി പറഞ്ഞു വെല്ലൂർ പോരാ, ലോകത്തുള്ള എല്ലാ മുടിയായിക്കോട്ടെയായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ലോകത്തുള്ള എല്ലാ മുടിയല്ല ചർച്ച, നമ്മൾ ഇതല്ലേ ചർച്ച, ഇത് പറയാം. അപ്പോഴും മിണ്ടിയില്ല. അവസാനം മണ്ണാർക്കാടെത്തിയപ്പോ നമ്മൾ പറഞ്ഞു മർക്കസിലെ മുടി നമ്മൾ ആദ്യം തന്നെ മനഃപൂർവ്വം എഴുതിയുകൊണ്ട് അവർക്ക് വെല്ലൂരിലേക്കോ ലോകത്തുള്ള മുടിയിലേക്കോ കടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ മർക്കസിലെ മുടി എഴുതിയെങ്കിലും ആ മർക്കസിലെ മുടി റസൂലുള്ളാഹിന്റേത് ആണെന്ന് എഴുതാൻ തയ്യാറായില്ല. അവിടെ ഇതിലല്ലോ മണ്ണാർക്കാടിന് കണ്ടില്ലേ? മണ്ണാർക്കാട് എത്ര വട്ട 3 മണിക്കൂറോളം നമ്മളെ സാലിബക്കുല്ലി സക്കാഫിനോട് നമ്മൾ ചോദിച്ചു, സക്കാഫി ഒന്ന് എഴുതി എന്താ എഴുതണ്ടല്ലോ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റെ ആണ്. ഒന്ന് എഴുതിയാൽ മതി. എത്ര ചോദിച്ചു നോക്കി, കേണപേക്ഷിച്ചു നോക്കി. അവരുടെ ക്ലാസ് റൂമിന്റെ ചെയർമാൻ KKM സാദി സ്റ്റേജിലുണ്ട്. അവരുടെ കമ്പ്യൂട്ടറിന്റെ പേരിലറിയപ്പെടുന്ന റഷീദ് സക്കാഫി സ്റ്റേജിലുണ്ട്. സാലിബക്കുല്ലി സക്കാഫി സ്റ്റേജിലുണ്ട്. നമ്മൾ കേണപേക്ഷിച്ച് ചോദിച്ചു, സക്കാഫികളെ, സയദികളെ ഒന്ന് എഴുതിക്കൂടെ? എന്തെഴുതുണ്ടുള്ളൂ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണ്. നോക്കിങ്ങളാ രംഗം. നമ്മൾ ചോദിക്കുന്നത് എത്ര വട്ടം ചോദിച്ചു, ഒരു അക്ഷരം മിണ്ടിയില്ല. കേട്ടോളൂ. ഇപ്പൊ ഇതാണ് ഞങ്ങൾ പറയണത്. എന്താണ് ഇത്ര പേടി? ഞങ്ങളെ കത്തിന് ഞങ്ങളെ വാദത്തിന് നിങ്ങൾ മറുവാദം എഴുതി തന്നാൽ, ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞല്ലോ,
കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ ലഭിത്തങ്ങളത് അല്ല. എന്താ സഹോദരങ്ങളെ, ആണെന്ന് പറയാത്ര പേടി? ഒന്ന് ആണെന്ന് എഴുതി തന്നൂടെ, ഒന്ന് എഴുതി തന്നൂടെ? നിങ്ങൾ ഇത്ര കേണപേക്ഷിക്കുന്നറിയോ? ഈ സംവാദം നടക്കാൻ, ഈ പ്രശ്നം തീരാൻ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ ലഭിത്തങ്ങളതാണെന്ന് പറയാൻ ഒന്ന് തയ്യാറാകണേ, ഒന്ന് തയ്യാറാകണേ. സഖാഫികളെ, സൈദികളെ, ഒന്ന് തയ്യാറാകണേ. KKM സൈദി എന്ന് പറയുന്നത് ഇവരെ ക്ലാസ് റൂമിന്റെ ചെയർമാനാണ് ആയിരിക്കും. നാളെ ഇങ്ങനെ അന്തം മുട്ടിയിരിക്കുക. നമ്മൾ ആകെ എന്തേ ചോദിക്കണുള്ളൂ, ഒന്നാണ് നെയ്ത്തന്നാ മതി. കേണപേക്ഷിച്ച് അവസാനം പറഞ്ഞപ്പോ ഇയാൾ അറിയാതെ ഒന്ന് പറഞ്ഞുപോയി ആണ്. പറഞ്ഞ ഉടനെ നമ്മൾ ചാടി. നമ്മളിങ്ങനെ കാത്തിക്കല്ലേ, എന്തേ കൊണ്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചോദിക്കണില്ലേ. ആണെങ്ങനെ പറഞ്ഞത് നമ്മളെ ചാടിപ്പൊടിച്ചു. എന്നാ അത് എഴുതിയായിരുന്നു, നമ്മളെ താലിബുക്കിൽ ചെയ്തില്ലേ വെച്ചു. അപ്പൊ ഇയാളെ എഴുതിയല്ലേ വെച്ച് നമ്മൾ പൊടിക്ക് വെച്ചു. നമ്മൾ എന്തേ എപ്പോ എഴുതണം, എഴുതി എന്നിട്ട് അപ്പോൾ നമ്മൾ എഴുതി ചാടി. കണ്ടോ നിങ്ങള്? ആ, അവിടത്തേത് തന്നെ അല്ല. എഴുതല്ലേ കണ്ട, എഴുതിയല്ലേ വെച്ചു, നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞ എഴുതാ. അപ്പോൾ നമ്മൾ എഴുതിക്കും. ഒരാളെ വിഷയം മാറ്റി. കാരണം അവർക്കറിയാം ഇത് ആണെന്ന് എഴുതപ്പെടുന്നവർക്കറിയാം. പക്ഷെ നമ്മൾ ഒളവട്ടെടുത്ത കുട്ടികൾക്ക് അതറിയില്ലല്ലോ, പാവങ്ങള്. അവരുടെ വിശ്വാസം എന്താ, ഉസ്താദ് പറയുമ്പോൾ ആണെന്ന് എഴുതി கொஞ்சம் പ്രശ്നം തന്നെ അടിച്ചു, അവരുടെ എഴുതിപ്പെട്ടു. എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സംവാദത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ ഡേറ്റും കൊടുത്തു വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ. പിന്നെ ഇവർ ഈ ഇതുകൊണ്ട് ചെല്ലുക, ഈ വാദം കൊണ്ട് സാലിബുക്കുൽ തരുമ്പോ സാലിബുക്കുൽ പറഞ്ഞു നമ്മളും ഇല്ല. അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട്ടിന് തയ്യാറാവൂലേ? മണ്ണാർക്കാട്ടിന് ഞങ്ങൾ ഈ വാദം ചെയ്താൽ പോകുന്ന ആൾക്കാരാ. പിന്നെ എങ്ങനെ ഞങ്ങളിവിടെ സംവാദത്തിന് വരിക? 10 പേരും പറഞ്ഞു. 10 പേര് പറഞ്ഞ മുമ്പേ ഇല്ല, ഞാനില്ല. വഹാബം നമ്മളെ വഴിക്കല്ല, നമ്മൾ തിരിച്ചൂർന്ന് മടുത്തതാണ്, നമ്മളെ വഴിക്കില്ല. പിന്നെ ആരത്ത് പോക? അവസാനം ഔഷാദത്തി എന്നോ അസനത്ത് ഔഷാദത്തിന് നമ്മളെ പുറത്താക്കിയല്ലേ, നമ്മളും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുണ്ടാ ടീമിനെ കിട്ടുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്, പുളിക്കൽ സംഭവിച്ചത്. പുളിക്കൽ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവിടെ ഉള്ളവർക്കറിയാം, ആചരിക്കറിയാം ഞങ്ങൾ എത്ര നേരത്തെത്തി. ഞങ്ങൾ എത്തിയപ്പോഴൊക്കെ ഇവർ വിളിച്ചു പറയല്ലേ, റഫീഖിൻ ടീം വിളിച്ചു പറയുന്നത് ദബ്ബരോട് എത്തിക്കണു. അപ്പോഴോ അവിടെ ആരൊക്കെ വന്നിരിക്കണത്? MT ഉണ്ട്. അപ്പൊ ഇങ്ങനെ സാലിബുക്കുല്ലി സാലിബ കുല്ലിയ മനസ്സിലുണ്ടോളി. ഓരോരുത്തരുടെ പേരെങ്ങനെ കേൾക്കുമ്പോൾ ഞെട്ടാണ്. ഗത്യന്തരമില്ലാതെ അവസാനം നമ്മളെ മുറിവെയ്തരും ടീമും കാര്യമല്ല. അവരെങ്കിൽ അവർ നമ്മൾ മാന്യമായിട്ട് പെരുമാറി. നമുക്കങ്ങനെ ബി ടീമിന് ഇറക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ആളില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ രീതി അങ്ങനെ അല്ലാത്തതുകൊണ്ട്. നമുക്ക് അവരെപ്പോ ഒരു ടീം ഇറക്കി ഇപ്പുറത്ത് നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ അന്നിവിടെ കണ്ടവർക്കറിയാം. നമ്മൾ അതുപോലെ ഇവരുടെ ഒരു ടീമിനെ ഇറക്കിയിട്ടെങ്ങാനും സംസാരിച്ചിരുന്നെങ്കിൽ അന്നിവിടെ ഉണ്ടാകാൻ പോകുന്നത് വേറെയായിരിക്കും. അള്ളാഹു നമ്മളെ കാത്താണ്. അന്ന് സംവാദം കഴിഞ്ഞപ്പോൾ എന്നോട് പലരും ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചു ചോദിച്ചു, സംവാദ വ്യവസ്ഥ കഴിഞ്ഞപ്പോൾ പലരോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ഷമിച്ചിരിക്കാൻ കഴിഞ്ഞത് ചോദിച്ചു. അത്തരം നിങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ? നമ്മൾ പറഞ്ഞു, നമ്മൾ ആലോചിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനത്ത് ആലോചിച്ചിട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമുക്ക് തരിപ്പ് ഇങ്ങനെ കയറാനിട്ടൊന്നുമല്ല. നിങ്ങളെയായിരിക്കും ഇങ്ങനെ ചിരിക്കണെന്ന്, ചിരിക്കാൻ പൂതിയിട്ടല്ല, ശരി വന്നിട്ടൊന്നുമല്ല. അത്തരം ഇങ്ങനെ മനസ്സ് വേദനിക്കേണ്ടവരെ സംസാരം കേട്ടിട്ട്. കാരണം ആ രീതിയിലുള്ള സംസാരം ആ ഭാഗത്ത് ആ തലക്കര സക്കാഫി ഉണ്ടായിരുന്നല്ലോ, ഒരു ടീഷർട്ട് സക്കാഫി, ഒരു ചോൻ ഹോപ്പാട്ട് ചങ്ങായി, ഓനൊക്കെ എന്നെ കാട്ടിക്കൂട്ടുന്ന രംഗം കാണുമ്പോ അങ്ങനെ കയറാനിട്ടില്ല. അവസാനം ഞാൻ MT സലീം അഫാൻ വെച്ച് നമ്മളും ഉണ്ടണ്ട മുജീബേസ് പറഞ്ഞോട്ടെ അയച്ചു. അല്ലാതെ എന്താ ചെയ്യാ? ഇവരെ സംസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ കണ്ടില്ല രംഗങ്ങളൊക്കെ. എന്തേ നമ്മൾ ഇവിടുന്ന് ചോദിച്ചുള്ളൂ, ആണെന്നെഴുതി ഇനി ഒന്നും വേണ്ട, പ്രമാണം എഴുതുക. ഒരു സംവാദത്തിന്റെ രീതി എങ്ങനെയാണല്ലോ. എന്റെ അടുത്ത് അവർ സക്കാഫിന്റെ പുസ്തകമുണ്ട്, അലൈക്കുട്ടി സക്കാഫിന്റെ പുസ്തകമുണ്ട്, സംവാദങ്ങൾ. ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ഒരു സംവാദത്തിൽ ആദ്യം എഴുതേണ്ട എന്താ? വാദം എഴുതണം. അതിവിടെ റെഡിയാണ്. വാദം എഴുതി തർക്കല്ല. പിന്നെ വേണ്ടുന്ന പ്രമാണമാണ്, അതല്ലേ എഴുതേണ്ടത്. അങ്ങനെയല്ലേ കഴിഞ്ഞുപോയ സംവാദത്തിലൊക്കെ ഉണ്ടായത്. ഒരു 2 കൂട്ടർ തമ്മിൽ സംവാദം നടത്തുമ്പോൾ വേണ്ടതെന്താ? 2 കൂട്ടർ സംവാദം നടത്തുമ്പോ ഈ സംവാദത്തിലെ വിഷയം മാനദണ്ഡം വെക്കണം, പ്രമാണം നിശ്ചയിക്കണം. ആ പ്രമാണം നിശ്ചയിക്കാൻ ഇവർക്ക് പറ്റിയില്ല. അപ്പൊ ഇവർ ചോദിച്ചു, ഖുർആനുണ്ടോ ഹദീസുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം? മർക്കസിലെ മുടിയുന്ന ഖുർആൻ ഉണ്ടാവോ? അപ്പൊ നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കാളികണ്ഠ സംവാദം ഉണ്ടായില്ലേ? കാളികണ്ഠ സംവാദത്തിൽ നമ്മൾ എന്താ നിർത്തത്?
കാളികണ്ഠ സംവാദം എന്ന് പറഞ്ഞാൽ തിരൂരങ്ങാടുള്ള കാളിയെക്കുറിച്ച് ചർച്ചയാണ്. അത് തുഫയിലുണ്ടോ നിഹായിലുണ്ടോ? അന്ന് ഷാഫി മദ്ഹബിലെ കിതാബിലല്ലേ എഴുതിയത് ആ സംവാദങ്ങൾ. കാളികണ്ഠ സംവാദം, കാളികണ്ഠ സംവാദത്തിൽ അന്നെടുത്ത രീതി എങ്ങനെയാ? കാളികണ്ഠ സംവാദത്തിൽ അന്ന് അവരുടെ മധ്യസ്ഥൻ മണ്ണാർക്കാട് അവരുടെ സംവാദത്തിലെ മധ്യസ്ഥൻ ഇയാൾ തന്നെയായിരുന്നു. നോക്കൂ നിങ്ങൾ, അവിടെ എഴുതുന്നത് ആദ്യം വാദം എഴുതും. വാദം എഴുതി കഴിഞ്ഞാൽ പിന്നെ പറയുന്ന പ്രമാണമാണ് എഴുതുന്നത്. കേട്ടുള്ളൂ. തീരുമാനങ്ങളാണ്. ഒന്ന്, വാദം. തിരൂരങ്ങാടിയിൽ ഒരു ഖാദിയെ നിയമിച്ചാൽ ആ ഖാദിയെ അംഗീകരിച്ചു പോരുന്ന സ്വഭാവം പരമ്പരാഗതമായി പതിവുള്ള കാളികണ്ഠ മഹല്ലിൽ നിലവിൽ തിരൂരങ്ങാടിയിൽ ഖാദിയെ നിയമിക്കപ്പെട്ടതോടെ കാളികണ്ഠ മഹല്ലിലും ഖാദിയാകുന്നതാണ് എന്ന ഹയാത്തുൽ ഇസ്ലാം സംഘത്തിന്റെ വാദം ശരിയല്ല എന്ന് മിഫ്താഹുൽ ഉലൂം സംഘവും വാദിക്കുന്നു. പ്രമാണങ്ങൾ. രണ്ടാമത്തെ നിയമമായിട്ട് പറയുന്നത് പ്രമാണങ്ങൾ. ഷാഫിഈ മദ്ഹബിലെ അവലംബനീയ ഗ്രന്ഥങ്ങൾ. 3 സംവാദത്തിന്റെ സ്വഭാവം. കണ്ടോ? 1 വാദം, 2 പ്രമാണം, 3 സംവാദത്തിന്റെ രൂപം. ഒന്നാമത്തെ വാദം എന്താ? തിരൂരങ്ങാടിലെ ഖാദിയെക്കുറിച്ചാണ് വാദമുള്ളത്. ഇവിടെ വാദം എന്താ? മർക്കസിലുള്ള മുടിയെക്കുറിച്ച്. അവന് രണ്ടാമതെന്താ? പ്രമാണം. അപ്പൊ ഇവരെന്താ ചോദിച്ചത്? മർക്കസിലെ മുടി എന്ന് ഖുർആനിലുണ്ടോ? മർക്കസിലെ മുടി എന്ന് കിതാബിലുണ്ടോ? അന്ന് ചോദിക്കണ്ടേ കാളികണ്ഠ സംവാദത്തിന്? കാളികണ്ഠത്തെ കാളി എന്ന് ഷാഫി മദ്ഹബിന്റെ ഏത് കിതാബിലുള്ള ചോദിച്ചില്ല. ഇവിടെ വന്നപ്പോഴോ ഒരു ചോദിച്ചു, എന്ത് അങ്ങനെ എവിടെയുള്ളത്? കൂട്ടര് ഏത് വിഷയത്തിനും ഫിഖിന്റെ കിതാബുകളിൽ മറുപടിയില്ലേ? ലോകത്ത് ഏത് വിഷയത്തിനാ ഫിഖിന്റെ കിതാബുകൾ ചർച്ച ചെയ്യാത്തത്? നമ്മൾ സുന്നികളല്ലേ? ഷാഫി മദ്ഹബിലെ കിതാബ് ചർച്ച ചെയ്തൂടെ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കിതാബുകൾ ചർച്ച ചെയ്തൂടെ? നമ്മൾ പറഞ്ഞു ഏത് കിതാബ് ചർച്ച ചെയ്യാം. നമ്മുടെ പ്രമാണം എത്തി കൊടുത്തു. അവർക്കുള്ള പ്രമാണം ഉണ്ടോ? ഒന്നും ഉണ്ടായില്ല. അപ്പോഴവരെ മധ്യസ്ഥ അങ്ങനെ ചോദിച്ചത്, നിങ്ങൾക്ക് ഒന്നുമില്ലേ? റഹീമോലെ മുഖത്തൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും പറയാനല്ലേ? ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇവർക്ക് നമ്മൾ മുറിവേദിയിൽ ഇടക്കിടക്ക് പറയും, ചുക്കുമോ ലകത്തി പല്ലിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മൂപ്പർക്ക് വേറൊന്നും അറിയില്ല. കേട്ടോളൂ നിങ്ങള്. നമ്മളെ റഹീം ചോദിക്കുന്ന കേട്ടോളൂ, നിങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്കൊന്നും പറയാനല്ലേ? ഇവരിവരെ പ്രമാണമായി തന്നിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഏത് ഗ്രന്ഥം വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് നമ്മളെ കുറിച്ച് പറയാണ് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും പറയാനല്ലേ? ഒന്നും പറയാനല്ലേ ചോദിച്ചപ്പോഴാണ് മുറി വിളിച്ചു. ഒന്നും പറയല്ലേ? നമ്മള് പറയാനല്ലേ? ഒന്നും പറയല്ലേ? പറയാനല്ലേ? ഒന്നും പറയല്ലേ? ഇല്ല. നിങ്ങൾ എന്ത് പ്രമാണമാണ് നിങ്ങൾ കൊണ്ടുവരിക? അത് പറഞ്ഞത് നിങ്ങൾ എന്ത് പ്രമാണം കൊണ്ടുവരില്ല? അത് ഓരോ പ്രമാണം ഇപ്പോഴും നമ്മളോടല്ലോ അവരോട് പറയാ, നിങ്ങൾ എന്ത് പ്രമാണം കൊണ്ടുവരും അംഗീകരിക്കാൻ ഇവര് തയ്യാറാണ്, നമ്മൾ തയ്യാറാണ്. നിങ്ങൾക്ക് ഒരു പ്രമാണം ഇല്ലേ? ഇവർക്ക് എന്ത് പ്രമാണം? ഇവർക്ക് പണമാണ് പ്രമാണം, നിൽക്കവിഞ്ഞ് വേറെ പ്രമാണമല്ലല്ലോ. ഇവർക്ക് എന്ത് പ്രമാണം? അവസാനം വില വിളിച്ച് മിരട്ടി, മധ്യസ്ഥനെ വിളിച്ച് മിരട്ടി. ഇനി അങ്ങനൊന്നും പറയട്ടോ, ഞങ്ങളൊന്നും പറയരുത്, സനത് പറഞ്ഞോണ്ട്. അപ്പൊ ഈ അടുത്തേക്ക് നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് കിതാബ് വേണ്ട? സനത് മതിയോന്ന്. ഏത് കിതാബാ വേണ്ട? സനത് മതിയോന്ന്. അപ്പൊ ഈ സാധുവിന് ചേർന്താ സനതൊരു കിതാബാണെന്നാ. എന്നിട്ട് കളിച്ചു, എങ്ങനെ എല്ലാ കിതാബോടെ കൊണ്ടുവരിക? കുറെ ഉണ്ടാവൂലേ? അപ്പൊ ഇയാൾ വിചാരെന്താ, ഈ കോറിന്ന് കല്ലൊക്കെ കൊണ്ടുവരുമ്പോ എങ്ങനെ അടിച്ചു കൊണ്ടുവരുന്ന സാധനമാണെന്നാ. കുറെ ഉണ്ടാവൂലേ? ഇതൊക്കെ പാടെ എങ്ങനെ കൊണ്ടുവരിക? നിങ്ങൾ ആലോചിച്ച്, എത്ര ദയനീയമായിരുന്നു ഇവരുടെ രംഗം, എത്ര ദയനീയമായിരുന്നു. അവരെ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കാണ്, ഞങ്ങൾ സംവാദത്തിനും എന്താ കൊണ്ടുവരേണ്ടത്? അതുപോലും അറിയാത്തൊരു ടീം. അതാണ് ഒളവട്ടൂർ സംവാദത്തിൽ സംഭവിച്ചു പോയത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ കയ്യിൽ സത്യമില്ല, ഹക്ക് അല്പം പോലുമില്ല. ഇപ്പൊ ആ 10 പേരെത്ത് വെച്ചുകൊണ്ട് വീണ്ടും ജിഷാൻ അവരെ സംവാദത്തിൽ വിളിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ജിഷാൻ വിളിച്ചു, ഒരാൾ പോലും തയ്യാറാകണില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു സംഘടനാ ലെറ്റർപേഡിൽ എഴുതി കൊടുക്കാൻ പോലും തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായില്ലേ? സംഘടനാ ലെറ്റർപേഡിൽ എഴുതി കൊടുക്കാൻ പോലും ഒരു കടിയില്ല, അവിടേക്ക് എത്തിപ്പെട്ടു പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, അവരുടെ കയ്യിൽ അല്പം പോലെ ഹക്കില്ല, സത്യമില്ല. സത്യം 100-100 അത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെയാണ്. നമ്മൾ അവിടെ നിൽക്കുക, ഹക്കിന്റെ കൂടെ നിൽക്കുക, സത്യത്തിന്റെ കൂടെ നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ.
അല്ലാഹുവേ സദ്യുദ്യമത്തിന് ഇവിടെ സഹായിച്ചൊട്ടേറെ ആളുകൾ അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ, പ്രയാസങ്ങളൊക്കെ എത്തിക്കൊടുക്കണേ റഹ്മാനെ, വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവരുടെയും എല്ലാം നല്ല ലക്ഷ്യങ്ങളും നിറവേറ്റണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിലെ പ്രസ്ഥാനത്തിന് വേണ്ടി കട്ടപ്പെടുന്ന ഒട്ടേറെ ആളുകൾ, ക്ലാസ് റൂമുകളുടെയും മറ്റുമായി കൊണ്ടതിനെ സഹായിക്കുന്ന ഒട്ടേറെ ആളുകൾ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചുറബേ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഹക്ക് ഹക്കായി പറയാൻ, ഹക്കിന് വേണ്ടി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ വന്നുപോയ പാപങ്ങളൊക്കെ ഈ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. ഖുശൂ നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ഈ മാസത്തിൽ ധാരാളം നീ ബറക്കത്ത് ചൊരിയുമ്പോ സാധുക്കളാ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പുണ്യ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാ.